ഈ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നെന്ന് കാണുമ്പോൾ ലോമാർക്ക് പൊളിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു വീഡിയോ വിജയമാണ് കേട്ടോ. ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. പേര് വിളിക്കുകയും അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു മാധ്യമധർമ്മമാണോ? പ്രശ്നേഷിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ പ്രശ്നേഷ് ആണെങ്കിൽ നീയൊക്കെ അരീഷ് അല്ലേടാ? അരീഷ് എന്തുവാണ് ഞാൻ എല്ലാത്തിൻ്റെയും ചോദിക്കേണ്ടിയിരിക്കുന്നില്ല. എന്റെ അനുഭവം ഞാൻ പറഞ്ഞാലേ നിന്റെ തന്ത എന്ന് പറയുമോ? അന്ന് കേസ് എടുക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. നീ പറ, നീയാണല്ലോ കോടതി. എടാ പോടാ. ഈ പറയണ ഇവൻ ഒരു അറേഞ്ച്ഡ് മാരേജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡൗറി മേടിച്ചിട്ടില്ലേ? കിട്ടിയ ഗിഫ്റ്റ് എടുത്തിട്ടില്ലേ? ഒരു സൈഡിൽ നമ്മൾ പ്രശ്നേഷായിട്ട് മുദ്ര കുത്തപ്പെട്ടത് കൊണ്ട് നമ്മൾ പറയണെല്ലാം പ്രശ്നം. അതിനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് കിട്ടുമല്ലോ. ആ അമ്മയും പെങ്ങളും വല്ലതും പറഞ്ഞാടോ ഇവരെ കുറിച്ച്? ഇല്ലടാ, ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂസിനകത്ത് അവരുടെ വായിന്ന് തന്നെ ഇങ്ങനെ അശരീരി കേൾക്കുന്നത്. സ്വർണം മുട്ടിക്കാൻ നോക്കുമായിരുന്നു, ഇത്രയും കാലം അവൻ സ്വർണം വലിക്കാൻ നോക്കുമായിരുന്നു. പെറ്റ വയറല്ലേ തിരിച്ചു കൊത്തുന്നുള്ളത് മനസ്സിലായി കാണും. പക്ഷെ അത് ഇമാതിരി കൊത്തല്ല നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടാവും എന്നുള്ളത് അവർ പ്രതീക്ഷയാണല്ലോ. അമ്മ തല്ലു വിളിച്ചപ്പോഴല്ല തുടങ്ങിയത്. അപ്പൊ അത് കുഴപ്പമില്ല. നാട്ടുകാർ മുമ്പിൽ പെറ്റ വയർ ഇട്ട് കൊടുക്കുന്നതൊന്നും പ്രശ്നമല്ല. പെറ്റ് വീണ് പോയല്ലോ. ഏത് നമ്മൾ ചോദിച്ച് അമ്മയുടെയൊക്കെ അനുവാദം ചോദിച്ച് അച്ഛൻ്റെയൊക്കെ അനുവാദം ചോദിച്ച് ദൈവത്തിൻ്റെയൊക്കെ പുഷ്പാഞ്ജലി അർപ്പിച്ചിട്ട് ഇങ്ങോട്ട് പിറന്നു വീണതാണല്ലോ. അത്യാവശ്യം ഉറക്കപ്പിച്ചാണ്. രാത്രി 11 മണിയായിട്ടുള്ളൂ. പക്ഷെ വയ്യ, നല്ല ഓട്ടമായിരുന്നു. ആക്ച്വലി ഉറക്കപ്പിച്ചാണല്ലോ, സാരമില്ല. പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. കാരണം പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ബിസിയാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ശരിക്കും അങ്ങ് നമ്മളെ മുതലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളൊരുമാതിരി പേടിച്ചിരിക്കുന്ന പോലെ ആൾക്കാർ വിചാരിക്കുകയും ചെയ്യും. കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോ ഉണ്ടല്ലോ, മറ്റേ വിക്കി ദഗ്ഗിന് നമ്മൾ അത്യാവശ്യം നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. MDMA മാന്യന്മാരല്ല, ഫോർച്യൂണർ മൈറന്മാർ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിന് പോസിറ്റിവിറ്റിയൊക്കെ വരുമെന്ന്. കാരണം അവൻ എന്നെ വിളിച്ച പദപ്രയോഗങ്ങൾ ഞാൻ തിരിച്ച് അവനെ വിളിച്ചപ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ ഈ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നെന്ന് കാണുമ്പോൾ ലോമാർക്ക് പൊളിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു വീഡിയോ വിജയമാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിനെ റിയാക്ട് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സീക്രട്ട് ഏജന്റ് റിയാക്ട് ആക്കാൻ ധൈര്യമില്ല അണ്ണന്. പിന്നെ അതിന്റെ റിപ്ലൈ നോക്കട്ടെ. പേടിയുണ്ടാവും. അതേന്ന്. അടുത്തത് ധൈര്യമുണ്ടേൽ സീക്രട്ട് ഏജന്റ് ആൻഡ് ലൈഫ് അനന്തു വീഡിയോ റിപ്ലൈ കൊടുക്കുന്നത്. അതാര്? ഇത് ഏത്? എനിക്കറിയില്ല കേട്ടോ. മറ്റേ അരിയണ്ണനെയൊക്കെ അറിയാം. ഏതൊക്കെയോ സിനിമകൾക്കൊക്കെ ഇരുന്ന് മറ്റേ നെഗറ്റീവൊക്കെ പറഞ്ഞിട്ട് മുകളിലോട്ട് പറന്ന അണ്ണനല്ലേ, അരി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഗ്രീൻ പറ്റിയിട്ട് അരിയണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? 4 വീക്സ് മുന്നേ ഒരു വീഡിയോ, 2 വീഡിയോ, 3 വീക്സ് മുന്നേ വേറെ വീഡിയോ. എടാ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടാ? എൻ്റെ പൊന്നടാ, എന്നെ കൊണ്ട് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അരി. ആദ്യത്തെ വീഡിയോ ഇതാണെന്ന് തോന്നുന്നു. അത് ഇവിടെ കിടക്കുന്നുണ്ട്. പ്രശ്നേഷ് പച്ചവീട്ടിൽ എഗെയിൻ. അത് 1 month ago കണ്ട. അത് കഴിഞ്ഞിട്ട് 1 2 3 4 പിന്നെന്താ 5 തീർന്നടാ 5. ഓക്കെ, ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തൊരെണ്ണം വരും. അതായത് ഇതിന് റിപ്ലൈ അല്ല, അതിന് മുന്നേ വിക്കി തഗ്ഗിനെ ഞാൻ എയറിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും വരേണ്ടതാണ്. സമയം കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അടുത്തത് അങ്ങനെട്ടാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇനി പേടിച്ച് ഒളിച്ചിരിക്കുന്നതാണോന്നും അറിയില്ല. നമുക്ക് ഏത് വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ നോക്കാം. എന്ത് പറ്റി? അരി എന്ന് പറഞ്ഞപ്പോൾ അരിപ്പൊടി കൊണ്ടാണ്. നമുക്ക് നോക്കാം ലേറ്റസ്റ്റ് വീഡിയോ ഏതാണ്. ഒരു 29 മിനിറ്റുള്ള വീഡിയോ കേട്ടോ. നമുക്ക് അത് തന്നെ നോക്കാം. ഹായ് മൈ ഡിയർ വോവൽ കുട്ടികൾ. അപ്പോൾ നമ്മുടെ നട്ടപ്പാതിര വീഡിയോയിൽ വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഓക്കെ, ഐ എം യുവർ ബാറ്റ്മാൻ ഏജന്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ പ്രശ്നേഷിനെതിരെ കേസായിരിക്കുകയാണ് മക്കളെ. സഹോദരിയുടെ പരാതി, യൂട്യൂബർ രോഹിത്തിനെതിരെ കേസ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നിരുന്നിട്ട് എന്തെൻ്റെ പേരിൽ കേസ് എടുക്കാത്ത? ഞാൻ കേസ് കൊടുക്കും, അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ കേസ് എടുക്കണ്ടേ, ഇനി ഞാനാണ് കേസ് കൊടുക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വെല്ലുവിളി അഹങ്കാരം പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ആദ്യം നിൻ്റെ പേരിൽ കേസ് വരുന്നത് നീ ഒന്ന് നോക്ക്. കാരണം ആ അനിയത്തി അത്രയും
എന്താ പറയുക, തറപ്പിച്ച് പറയുന്നുണ്ട് അവർ കേസായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത്. പിന്നെ ചില സെറ്റിൽമെൻറ്റ് പരിപാടി പോലീസ് സ്റ്റേഷനിൽ നടന്നതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് പ്രശ്നേഷനെ പേടിയാണോ എന്നുള്ളത്. അതാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, പ്രശ്നേഷനെ പോലീസുകാർക്ക് അത്ര പേടി ഇല്ല എന്നുള്ളത്. എടാ പോലീസുകാർ എന്നെ പേടിക്കാനായിട്ട് ഞാൻ വലിയ സംഭവമൊന്നും അല്ലടാ. പോലീസുകാർ ആക്ച്വലി എന്നെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല. ഞാൻ പോലീസുകാരെ ചോദ്യം ചെയ്യാനോ ആക്രമിക്കാനോ ഒന്നും പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലീസുകാരെ ചോദ്യം ചെയ്യണമെങ്കിൽ അത്യാവശ്യം പവറും പണവും പൊളിറ്റിക്സും എല്ലാം വേണം. ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലെ പിന്നെ കുടുംബവും കാര്യങ്ങളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാതെ മറ്റേ ഫോർ ദ പീപ്പിളായിട്ട് ഇറങ്ങുന്നവനായിരിക്കണം. പിന്നെ ഇവൻ പറയുന്നുണ്ടല്ലോ, ഞാൻ കേസ് എൻ്റെ പേരിൽ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചായിരുന്നു, വെല്ലുവിളിച്ചായിരുന്നു എന്നൊക്കെ. ഞാനിപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. ഇനി ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്തുകൂടെ കിട്ടാൻ പോണത്? അതും ഞാൻ പറഞ്ഞു പോലീസിന് എന്താ കേസ് എന്താ എടുക്കാത്തെ, എൻ്റെ പേരിൽ എന്താ കേസ് വരാത്തേന്നൊക്കെ. നമ്മള് കേസ് കൊടുക്കുന്നൊക്കെ എപ്പോഴാ പറഞ്ഞത്? എനിക്ക് ഞങ്ങൾ പറഞ്ഞായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഇനി എപ്പോഴും പറഞ്ഞില്ല. മറ്റേ അറസ്റ്റ് ചെയ്യാൻ പോണു എന്നൊക്കെ അഭ്യൂഹങ്ങൾ പറഞ്ഞ സമയത്താണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഇയാള്. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് എന്നല്ല, കേസ് രജിസ്റ്റർ ആയി എന്നൊരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അനിയത്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ആദ്യത്തെ ഒരു കേസ് ആയതുകൊണ്ട് എക്സൈറ്റഡും ആണ് ത്രില്ഡും ആണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഇവനൊക്കെ ഇങ്ങനെയാണ് കേൾക്കുന്നത്, മനസ്സിലാവണില്ല കേട്ടാ. നമ്മൾ പറയാത്ത കാര്യങ്ങൾ കേട്ടിട്ട് അതിനൊക്കെ വളച്ചൊടിച്ചാണല്ലോ. അതെ അതെ അതെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ സംഭവമാണെന്ന് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, എന്താണെങ്കിലും പ്രശ്നേഷൻ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ കുറച്ച് പാടുപെട്ടു. അല്ല, ഇനി എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാനല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പാടുപെടാണ്ട് വന്നിട്ടുണ്ടായിരുന്നവരില്ലല്ലോ. അങ്ങനെയൊന്നും നിങ്ങൾ പാടുപെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഒന്നും മാതാപിതാക്കളോ രക്ഷിതാക്കളോ അല്ലെ എന്താ വെൽബീയിങ് ആഗ്രഹിക്കുന്ന വെൽവിഷേഴ്സോ ആരുമല്ല. നീയൊക്കെ ജസ്റ്റ് എന്നെ വെച്ചിട്ട് അരി ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. അതിപ്പോ എന്നല്ല, ഇതിന് മുമ്പത്തെ സിറ്റുവേഷൻസും ട്രോളും മറ്റേതൊക്കെ വന്ന സമയത്തും അത്യാവശ്യം നല്ലോണം അരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇപ്പൊ ഇങ്ങനെ വെൽവിഷറൊക്കെ സംസാരിക്കല്ലടേ, നീയൊക്കെ ഏതടേ. അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പ്രശ്നേഷിൻ്റെ ഈ ഒരു കേസിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂസ് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇത് മനോരമ ന്യൂസിൽ പറഞ്ഞേക്കുന്നതാണ്, പ്രശ്നേഷ് രോഹിത് എന്നറിയപ്പെടുന്ന വ്ളോഗറാണ്. എടാ ഇതൊക്കെ ആക്ച്വലി നല്ല അടിപൊളി മാധ്യമധർമ്മമാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് ഈ സൈഡില് വിക്ടിം ആവുന്നത് ഒരു ആണാണല്ലോ, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്താലും അതൊന്നും ഡിഫമേഷൻ അല്ല. അയാൾക്കെതിരെ എന്ത് ചെയ്താലും പ്രശ്നമില്ല. അത് മാധ്യമങ്ങൾ ചെയ്താലും യൂട്യൂബേഴ്സ് ചെയ്താലും പരാതിക്കാർ ചെയ്താലും അതൊന്നും പ്രശ്നമല്ല. അതൊക്കെയാണ് റിയൽ ഹീറോയിസം, നന്മ, നീതി, ജസ്റ്റിസ്. അതൊന്നും ഡിഫമേഷൻ അല്ല. അപ്പൊ ബാക്കി നോക്കട്ടെ, ഈ മാധ്യമധർമ്മങ്ങളുടെ ബാക്കി ധർമ്മങ്ങൾ നോക്കാം. അല്ല, മാധ്യമങ്ങൾക്കും ഇതൊക്കെ അതെ അതെ ഓഫ് കോഴ്സ്. ഇപ്പൊ അവർക്കാണെങ്കിലും വ്യൂസ് കിട്ടിയാലേ പൈസ കിട്ടുള്ളൂ, അന്നം കിട്ടുള്ളൂ, അരി കിട്ടുള്ളൂ. അതിനായിട്ട് അവരങ്ങനെ പലതും പറഞ്ഞോട്ടെ. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിതിന്റെ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവി SP-ക്ക് പരാതി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ വിളിപ്പിക്കത്തില്ലേ. നമ്മളെ വനിതാ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചായിരുന്നു കേട്ടാ. അതിന് മുമ്പ് മണഞ്ചേരി പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചായിരുന്നു. നമ്മളവിടെ ഇവർ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. വനിതാ പോലീസ് സ്റ്റേഷനിൽ 2 ദിവസം അടുപ്പിച്ചൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. SP-യിലൊക്കെ നമ്മൾ വിളിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇനി മറ്റേ വാർത്താ ചാനലിനേക്കാൾ ഇപ്പുറത്തൊരു പ്ലസ് പോയിന്റ് കയറ്റിയിട്ട് ഇച്ചിരി കൂടെ അരി ഉണ്ടാക്കാനുള്ള കളിയാണെന്ന് അറിയില്ല. എന്തായാലും കുറെ പേര് അന്നം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയെയും അനിയത്തിയെയും വീടിനെയും കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോകളിലൊന്നും പരാമർശിക്കുന്നില്ല. ഇനി എൻ്റെ ഒരു വീഡിയോകളിലും ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഒരു സമയത്ത് ഞാൻ ചെയ്തത് ഓഫ് കോഴ്സ് അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ചെയ്തു പോയ സാധനത്തിന് ഇനി എത്ര തെറ്റ് തിരുത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് തിരുത്തപ്പെടാൻ പോകണില്ല. അത് തെറ്റ് തന്നെയാണ്, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതിനുള്ള ബാക്കി കാര്യങ്ങൾ നേരിടാൻ ഞാൻ റെഡിയാണ്. കാല് പിടിക്കേണ്ടതെന്ന് കാല് പിടിക്കാനും റെഡിയാണ്.
അല്ലാതെ കാല് വാരാൻ നമ്മളിനി പോകണില്ല, ആരെ ഉപദ്രവിക്കാനും പോകണില്ല. നമുക്ക് ഉപദ്രവം ഉണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളത് സഹിക്കുകയാണ്. നമ്മളിനി ആർക്കേലും ഒരു എണിയും കൊണ്ട് നടക്കാൻ പോകണില്ല, വൈരാഗ്യം കൊണ്ട് നടക്കാൻ പോകണില്ല. പിന്നെ നമ്മൾക്ക് അവർക്ക് വൈരാഗ്യം വരരുതെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ ചെയ്തതാണ്. ഓഫ് കോഴ്സ് അതിൽ ഞാൻ ആക്ച്വലി ക്ഷമ ചോദിക്കുകയാണ്. ഇനി എൻ്റെ സൈഡിൽ നിന്ന് ഒരു രീതിയിലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഡിഫെയിം ചെയ്യുന്ന രീതിയിലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് കിടന്ന് കളിക്കാൻ വരുന്ന ഓരോ അരിയണ്ണന്മാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അതായത് എൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കോംപ്രമൈസിന് റെഡി ആയിരുന്നു, അവരാണ് റെഡി ആകാതിരുന്നത്. അല്ലാതെ രണ്ട് സൈഡിൽ നിന്നും റെഡിയാകാത്തതുകൊണ്ടൊന്നുമല്ല, അവർക്കത് കേസാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയാണത് കേസാക്കിയത്. ഞങ്ങൾ കോംപ്രമൈസിന് റെഡി ആയിരുന്നു. സഹോദരിയെ ദേഹോദരം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിയുടെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിന് ഇതുവരെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ല. അപ്പം അതിങ്ങനെ എൻ്റെ തലയിലോട്ട് എടുത്തിടുമ്പോൾ ഞാൻ ചെയ്തു അതിന് എന്ന് വെച്ചാൽ എനിക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടിയതുപോലെയാണ് ഓരോ അണ്ണന്മാരും ഇവിടെ നിന്ന് ഇങ്ങനെ കുണയ്ക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് പൊളിയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മറ്റേ കുറ്റാരോപിതനാണ്. ഓഫ് കോഴ്സ് അതിൽ ഞാൻ ഇവിടെ ലീഗലി ലയബിളാണ് ഉത്തരം കൊടുക്കാനായിട്ട്. പക്ഷേ നാട്ടിലിരുന്ന് കുറയ്ക്കുന്ന പട്ടികൾക്ക് മുഴുവനും, കാറിനകത്തിരുന്ന് കുറയ്ക്കുന്ന പേപ്പട്ടികൾക്ക് മുഴുവനും, മറ്റേ മാംസം കടിച്ചു പറിക്കാൻ നിൽക്കുന്ന, എന്നിട്ടിങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒലിപ്പിച്ച് നടക്കുന്ന ചാവാലി പട്ടികൾക്ക് മുഴുവനും ഉത്തരം കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കോടതിയിൽ പോയി ഇവൻ കുറ്റാരോപിതനല്ല നിരപരാധിയാണെന്ന് തെളിഞ്ഞെന്ന് വിചാരിച്ചോ, ഇവരെല്ലാരും എന്ത് ചെയ്യും? ഇവരൊക്കെ ചെയ്തത് ഡിഫമേഷൻ അല്ലേ? അതെ, ഇവരൊക്കെ ചെയ്ത ഡിഫമേഷൻ അല്ലേ? അപ്പൊ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്തത് ഡിഫമേഷൻ അല്ലേ? കേസ് തെളിയാതെ കേസ് എടുത്തു എന്നതിന്റെ പേരില് ഈ പേര് വിളിക്കുകയും അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു മാധ്യമധർമ്മമാണോ? അത് എനിക്ക് തോന്നുന്നില്ല. എത്തിക്സ് ഉള്ള മാധ്യമധർമ്മവും അല്ല. മാധ്യമങ്ങൾക്ക് പോലും ഇപ്പൊ കണ്ടന്റ് ഇല്ലടാ. അതെ, കണ്ടന്റ് ക്ഷാമം. അപ്പൊ അവന്മാർക്ക് വരെ നമ്മളെ വെച്ച് അവന്മാർക്ക് വരെ കണ്ടന്റ് കിട്ടി എന്നുള്ളതിൽ ആക്ച്വലി നല്ല കാര്യമാണല്ലോ. അവർക്ക് സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ്. അതിനകത്ത് അനിയത്തിയെ ഞാൻ ഉപദ്രവിച്ചു, ബുദ്ധിമുട്ടിച്ചു സോഷ്യൽ മീഡിയ ത്രൂ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടായി. ഓഫ് കോഴ്സ് അത് ബുദ്ധിമുട്ടായി. അമ്മയെ ഞാൻ അപകീർത്തിപ്പെടുത്തിയെന്ന് എങ്ങനെയാ പറയുന്നത്? അതെവിടെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്നത്? ഇനി ഓഫ് കോഴ്സ് ഞാനത് എൻ്റെ അനുഭവം, എനിക്ക് തല്ല് കിട്ടി അപ്പം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അങ്ങനെ ആക്കിയതായിരിക്കുമല്ലോ. പക്ഷെ അതൊക്കെ ഓക്കെ, മാധ്യമങ്ങൾ, ധർമ്മങ്ങൾ. പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കലും അതോടൊപ്പം തന്നെ ഗുരുതരമായി ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെയാണ് കേസെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അനിയത്തിയെ ഉപദ്രവിച്ചതിന് മാത്രമല്ല, ഈ പറഞ്ഞ അനിയത്തിയെയും അമ്മയെയും സോഷ്യൽ മീഡിയ വഴി വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് അവർക്കെതിരെ പറയുന്നതിനും കേസ് എന്താണെങ്കിലും വന്നിട്ടുണ്ട്. കിളി പാറി സംസാരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ? ഉറക്കം വെച്ചിട്ടായിരിക്കും. പക്ഷെ ഉറക്കം വെച്ചിട്ടാണല്ലോ ഒരു കണ്ടന്റ് കിട്ടുമ്പോൾ ആ കണ്ടന്റിനെ മുതലാക്കാനുള്ള അണ്ണൻ്റെ ആ ഒരു മനസ്സിനെ നമ്മൾ നമിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഒരു 7 മണിക്കൂറുകൾക്ക് മുമ്പ് എഗെയിൻ പ്രശ്നേഷിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എന്നെ ആക്രമിച്ചിട്ട് അമ്മ. എടാ, നീ എന്നെ പ്രശ്നേഷ് എന്ന് വിളിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പ്രശ്നേഷാണെങ്കിൽ നീയൊക്കെ അരീഷല്ലേടാ, അരീഷ്. കണ്ടവനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അരി ഉണ്ടാക്കി തിന്നുന്ന അരീഷ്. എന്നിട്ട് വലിയ നെഞ്ചും പിരിച്ചിരുന്ന് പറയോ പ്രശ്നേഷ് 7 മണിക്കൂർ മുമ്പേ 6 മണിക്കൂർ മുമ്പേ. എടാ, ഞാൻ എൻ്റെ കണ്ടന്റ്, എൻ്റെ ലൈഫ്, എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് പറയാനുള്ള എൻ്റെ കാര്യങ്ങൾ, അല്ല കണ്ടവൻ്റെ ലൈഫിൽ കയറി മറ്റേതോ ഉണ്ടാക്കിയിട്ട് അരി ഉണ്ടാക്കിയിട്ട് കളിക്കുന്ന കളിയല്ല ഇത്. ബ്ലഡി അരീഷസ്. മൂത്ത മകൻ എന്നിട്ട് വെട്ടിട്ടിട്ടുണ്ട് ഉഴവു കാള. എടാ അരീഷേ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മകൻ അല്ല, ഉഴവുകാള ആണ്. എടാ, സോഷ്യൽ മീഡിയ നിൽക്കുന്നതല്ലടാ. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല, ഇൻ്റർനാഷണൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അല്ല, ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവർ വെട്ടിട്ടിട്ടുണ്ടെന്ന്. എടാ, അരിയുടെ കാര്യം
നിന്നെ കാളാന്നല്ല, നിന്നെ കഴുതാന്നാണ് വിളിക്കേണ്ടത് സത്യം. അപ്പൊ ഈ കാറിയിരുന്ന് ചിലക്കുന്ന ഇവനെയൊക്കെ എന്ത് വിളിക്കണം? അത് പണ്ടേ മറ്റേ സിനിമയുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടല്ലോ. അതായത് മലയാള സിനിമയുടെ ഒരു സിനിമ ഇറങ്ങിയപ്പം വണ്ടിക്കകത്തിരുന്ന് മറ്റേ കൂടിനകത്തിരുന്ന് മറ്റേ പേപ്പട്ടി ഇങ്ങനെ കൊടയുന്നു, കടിച്ചു കൊടയുന്ന പോലെ കാണിച്ചപ്പം അവിടെ തമിഴ്നാട്ടില് ഒരു പോഡ്കാസ്റ്റില് ഒരു തമിഴ് പ്രൊഡ്യൂസറോ സംവിധായകനോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളി ഒരുത്തൻ കാണിക്കുന്ന കാണോടാ ചിരി വരുമെന്ന്. അത് തന്നെ അവൻ ഇപ്പോഴും കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഉഴവ് കഴുതാന്ന് പറ. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. 48 മിനിറ്റുള്ള വീഡിയോനകത്ത് ഈ മണ്ടേഷ്, പ്രശ്നേഷ് അല്ല മണ്ടേഷാണ്, ഇവന്റെ പെങ്ങളായിട്ട് അടിയുണ്ടാക്കിയതും അതിന്റെ ഡീറ്റെയിൽഡ് വെർഷൻ. ആ പെങ്ങളെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു, പെങ്ങൾ ഇവന്റെ എടാ എന്റെ അനുഭവം ഞാൻ പറയാണ്ട് എന്തുവാണ് ഞാൻ എല്ലാത്തിൻ്റെക്കലും ചോദിക്കേണ്ടിയിരിക്കുന്നില്ല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞാലേ നിന്റെ തന്ത എന്ന് പറയുമോ? കാരണം അപ്പുറ സൈഡിൽ നിന്ന് എന്നെക്കുറിച്ച് പല കഥകൾ വരുക. അപ്പം അതിൻ്റെ എൻ്റെ സൈഡും കൂടെ എനിക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. അത് പറയുമ്പോൾ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും ഉപദ്രവിക്കുന്ന രീതിയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, അതായത് ഇന്ന പോലെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഞാൻ ആ ഫോണാണ് കയറി പിടിച്ചത്, അല്ലാണ്ട് അതിനെ വേറെ അതിനെ റീഡയറക്റ്റ് ചെയ്ത് ഞാൻ ഉപദ്രവിക്കാൻ ചെന്നതാക്കി ആക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട്. ഒരു സൈഡ് മാത്രം കേട്ടാ മതിയോ? മറ്റൊരു സൈഡ് കൂടെ കേൾക്കണ്ടേ? അതെ, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ 2 സൈഡും ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരാള് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം പറയുമ്പോൾ മറ്റേ ആള് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അയാളുടെ മറ്റവരെ ബുദ്ധിമുട്ടിക്കാതെ തെറി പറയാണ്ട് ഉപദ്രവിക്കാണ്ട് അയാളുടെ ഒരു സാധനം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക, അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതിനിവൻ മറ്റേതാക്കുന്നുണ്ടല്ലേ. എൻ്റെ 48 മിനിറ്റുള്ള വീഡിയോ കുറിച്ച് പറയാനായിട്ട് ഇവൻ ഇവിടെ 29 മിനിറ്റുള്ള വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. കൊങ്ങയ്ക്ക് കയറി പിടിച്ചു, പെങ്ങൾ ഇവന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. എടാ ഇതിലും വലിയ തെളിവ് ഈ പോലീസുകാർക്ക് വേറെ എന്തെങ്കിലും വേണോ? എടാ വേറെ തെളിവൊന്നും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ അവിടുത്തെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഞാൻ വ്യക്തമായിട്ട് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു. അല്ലാതെ അവിടെ ഞാനൊന്നും ഫോണിൽ പിടിച്ചിട്ടില്ലായിരുന്നു, അല്ലെ ഞാൻ മറ്റേ ഭജന ചെയ്ത് നടക്കുമായിരുന്നു, പാടി നടക്കുമായിരുന്നു പറയേണ്ട കാര്യം എനിക്കില്ല. ഉള്ളവർ പറഞ്ഞു. അതിനകത്തുനിന്ന് എന്തൊക്കെ കോൺസിക്വൻസ് വരുമോ അതൊക്കെ നേരിടാൻ ഞാൻ റെഡിയായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്. അല്ലാതെ എനിക്ക് പേടിച്ച് മാറിയിരിക്കുകയോ അല്ലെ ഒളിച്ചിരിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ചെയ്യാത്ത കാര്യങ്ങൾ എടുത്ത് പഠിക്കി വെക്കേണ്ട കാര്യവുമില്ല. നീ എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും. നമുക്ക് നോക്കാം എന്താണ് പ്രശ്നേഷന് പറയാനുള്ളതെന്ന്. ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കള്ളത്തരാന്ന് അവർക്ക് മനസ്സിലായി. സത്യം മനസ്സിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവന്റെ പേരിൽ കേസ് എടുക്കത്തില്ലേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഇല്ലാന്ന് മാത്രമല്ല, ഒരൊറ്റ പാട് പോലും. ഇപ്പൊ കൊണയടിക്കുമെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം, അതായത് ഈ വീട്ടിൽ അടി ഉണ്ടായി എന്ന് വീട്ടുകാർ പറഞ്ഞ സമയത്ത് അവര് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് കേസ് എടുക്കത്തില്ലായിരുന്നു. ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരാഴ്ച ജസ്റ്റ് ഒരു സിംഗിൾ വീക്ക് കഴിഞ്ഞപ്പം ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തെ കാര്യമാണ്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവർ വിളിച്ചപ്പോൾ തന്നെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു പ്രശ്നമില്ലാന്ന് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് ഇറങ്ങിയവരാണ് 2 കൂട്ടരും. അപ്പൊ അന്ന് കേസെടുക്കത്തില്ലായിരുന്നോ? ഒരു അടിയുടെ പാടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് ചോദിച്ചേക്കുന്നത്. ഇവനൊന്നും കേൾക്കാൻ ബുദ്ധി ഇല്ലാതെയാണ് ഇതേ കോണ വരുമെന്ന് എനിക്കറിയാം. പാട് പോലും മുഖത്തില്ല, എന്നാൽ എന്റെ മുഖത്ത് പാടും ഉണ്ടായിരുന്നു. അമ്മച്ചി മന്തി. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇവ ഇനിയിപ്പോ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണോ കേസ് എടുത്തതെന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ നിങ്ങൾ പറയുന്നത് ഇതുവരെ കേസ് എടുക്കാത്തപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നുണയായിരുന്നു, അവരെല്ലാം നുണ പറഞ്ഞതായിരുന്നു ഇവനെതിരെ എന്നുള്ളത് കൊണ്ട് കേസ് എടുക്കാതിരുന്നാണ് പോലീസാണ്. എടാ അരി 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 എനിക്ക് പറഞ്ഞില്ലടാ. എടാ പ്രശ്നം അവിടെ ഇല്ലായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആദ്യം കേസ് എടുക്കാണ്ടിരുന്നത്. പിന്നെ കേസ് ആയത് ഓഫ് കോഴ്സ് ഇതിനെക്കുറിച്ച് സംസാരമായി. ആദ്യം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അപ്പം ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇതിന്റെ പുറകെ കയറി കളിച്ചു. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഈ കളി അങ്ങോട്ട് വലിയ കളിയായിട്ട് മാറി. അതാണ് സംഭവം. അപ്പൊ ഇവനെ പോലുള്ളവന്മാർക്ക് അന്നവും ഉണ്ടാക്കാനുള്ള മാർഗവും കിട്ടി. അന്ന് കേസ് എടുക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. നീ പറ, നീയാണല്ലോ കോടതി. എടാ പോടാ മൈ. അവിടെ അമ്മയ്ക്കും പെങ്ങൾക്കും തോന്നിക്കാണും, ഓക്കെ മകനല്ലേ ഏട്ടനല്ലേ പുറത്തു പോവാൻ നിൽക്കല്ലേ, ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നേഷാണെന്നുണ്ടെങ്കിലും സ്വന്തം ചോരയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി കളഞ്ഞ് അവർക്ക് കിട്ടാനുള്ളത് അവരും പേടിച്ച് നിനക്കാവശ്യമുള്ളത് നീ കൊടുത്തോന്ന് പറഞ്ഞിട്ട് സെറ്റിലാക്കി പോയ പരിപാടിയായിരിക്കും. എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എൻ്റെ പണിസാനം പോലും എടുക്കാൻ പോയ സമയത്ത് എങ്ങനെയാടാ പ്രശ്നം ഉണ്ടാകുന്നത്? ഇതൊക്കെ എന്തൊരു വർത്താനോടെ ഈ പറയണത്. ഇത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്ത അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് അവരുടെ രീതിയിൽ എന്തൊക്കെയോ പടച്ചു വിടുവാണ്.
അതായത് കണ്ടന്റിന് മാത്രമായിട്ട് ഇവനൊരു സാധനം കാണുന്നു കേട്ടോ, അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സാധനം എടുത്തിട്ട് ഇവൻ വേറെ ഉണ്ടാക്കും. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, അതായത് ജനരോഷം അല്ലെ ജനത്തിന്റെ താല്പര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് വ്യൂവേഴ്സിന്റെ താല്പര്യം, ആ ഒരു താല്പര്യത്തിനനുസരിച്ച് എന്നെ പ്രശ്നമാക്കിയിട്ട് കണ്ടന്റ് ഇട്ടെങ്കിലല്ലേ ഇവന് പ്രയോജനമുള്ളൂ. അല്ലാതെ ഒരു സിറ്റുവേഷനെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ഒരു സംസാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും കിട്ടത്തില്ല, അരിയൊന്നും കിട്ടാനുള്ള ഈ പോണ ട്രിപ്പിന് ഡീസൽ അടിക്കാൻ അല്ലെ പെട്രോൾ അടിക്കാനുള്ള ഫണ്ട് പോലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്, മറ്റേ രീതിയിലെടുത്ത് തന്തയില്ലാത്ത രീതിയിലിട്ട് വളച്ചു തിരിക്കുന്നത്. അങ്ങനെ പോയ സാധനം നീ ഒരുമാതിരി മറ്റേ എന്താ പറയാ ഏണി വെച്ച് കയറി വള്ളി പിടിക്കാന്ന് കേട്ടിട്ടുള്ളൂ. ആ പണി കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട്. ഊടാ ശരിയാടാ, നീയൊക്കെയാണ് കോടതി സമ്മതിച്ച്. എടാ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ അവിടുന്ന് അവർക്കിനി ബുദ്ധിമുട്ട് വരണ്ടെന്ന് ഓർത്ത് നമ്മൾ മാറി. ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ വന്ന് നിന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ പണിസാധനം എടുക്കാൻ പോയപ്പോഴാണ് നാട്ടുകാരെയൊക്കെ എന്താ ഒന്നും പറയണ്ട, നാട്ടുകാരൊക്കെ വന്ന് കൂടി അടിച്ച് വണ്ടി വരെ തുറന്ന് ഉപദ്രവിച്ചു. അതിന്റെ വിഷ്വൽസ് നമ്മൾ തെളിവ് സഹിതം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തെളിവ് സഹിതം ഇട്ടതിനെ കുറിച്ചിട്ട് ഉള്ള കൊണയൊന്നും ആരും അടിക്കുന്നില്ല. ഏത് നമ്മൾ തെളിവിട്ടപ്പോഴത്തേക്കും എല്ലാവരുടെയും ഇങ്ങനെ അടഞ്ഞ് സിപ്പിട്ട് മൂടി, എന്നിട്ട് മുന്നൊക്കെ വേറെ വിഷയങ്ങളുടെ പുറകെ പോയി. കാരണം എന്താ, ആരും അറിയണ്ട. അതെ, അത് അറിഞ്ഞു കഴിഞ്ഞാലേ യവന്മാരുടെ ഈ കൊണേഡിയാണെന്ന് ആൾക്കാർ മനസ്സിലാക്കുകയും നാളെ ഇത് യവന്മാർക്ക് വരുമാനത്തിന് ഒരു താഴ്ച വരുത്തുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് നമ്മൾ തെളിവുകൾ നിരത്തുമ്പോൾ ആരും ഒന്നും കൊണക്കണില്ല. അല്ലാത്തപ്പോൾ കഥകൾ വേറെ രീതിയിൽ മെനയാനായിട്ട് ഇവന്മാരൊക്കെ ഇരുന്ന് കാണിക്കുന്ന കാട്ടായ ഉണ്ടല്ലോ, എൻ്റെ പൊന്നടാ കൊള്ളാം. കറക്റ്റ്, നിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. നീ നാട്ടുകാരെ വെല്ലുവിളിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് നിനക്ക്. ആ ഓവർ കോൺഫിഡൻസ് ആണ് നീ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇരുന്നിട്ട് ഒരുമാതിരി പോലീസിനെ പുച്ഛം, നാട്ടുകാരെ പുച്ഛം, പെങ്ങളെ പുച്ഛം, അമ്മേനെ പുച്ഛം, ഞാൻ നോക്കിക്കൊണ്ട് എനിക്കറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിന്റെ വഴി പോലീസിനെ എപ്പോഴാണ് ഞാൻ അപ്പോഴത്തേക്കൊക്കെ പുച്ഛിച്ചത്. അതായത് കേസ് വരുന്നവരെ ഞാൻ പോലീസിനെ ഒന്നും എവിടെയും പുച്ഛിച്ചിട്ടില്ല. ഒരു പോയിന്റിൽ എനിക്കൊരു പുച്ഛം കൊടുക്കേണ്ടി വന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മറ്റേ കള്ളം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചില്ലേ നൈസായിട്ട് പൂട്ടാനായിട്ട്. ആ ഒരു സാധനത്തിൽ എനിക്കിപ്പോഴും ആ കാണിച്ചതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അവരെ ഡിഫൈൻ ചെയ്യാനോ അല്ലെ മോശം പറയാനോ പോയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാതെ ഇവനീ ഇരുന്ന് കുണയ്ക്കുന്ന സമയത്തൊന്നും ഞാൻ എവിടെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ മറിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ ചുമ്മാ അത് മാത്രമാണ് അടി. ഇങ്ങനെ ഒന്ന് തിരിച്ചു വിട്ടിട്ട് ഈ സിസ്റ്റത്തിന് മുഴുവൻ എനിക്ക് എതിരാക്കാൻ ഈ പെരുമാരെല്ലാം കൂടെ നിന്ന് കളിക്കുമ്പോഴേ എല്ലാരും കൂടെ നിന്നിട്ട് ഞാൻ പോലീസിനെ പുച്ഛിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അത് നോക്കേണ്ട പോലും കാര്യമില്ല. അവർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ഇവന്റെ വീഡിയോ ഒക്കെ കാണുന്ന പോലീസുകാരാണെങ്കിൽ ഇവന്റെ വീഡിയോ എന്നല്ല, ഒരുപാട് ഇവന്മാരെ പോലത്തെ ഒരുപാട് ചെറ്റകളുടെ വീഡിയോ ഒരേ സമയം വരുമ്പോ മുഴുവനായിട്ട് അവർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റോങ് കളിച്ചു എന്നല്ലേ വരുള്ളൂ. അപ്പൊ നമുക്കെതിരെ കളി മാറും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണത്? എന്നെ വെച്ച് അരിയും തിന്നണം, എന്നെ പെടുത്തുകയും വേണം. എടാ ഞാനിവിടെ ഉണ്ടല്ലേ നിനക്കൊക്കെ അടുത്ത കണ്ടന്റ് കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു നന്ദി കാണിക്കട്ടെ. ഒന്നും നിന്റെ കയ്യിൽ നിന്നും വേണ്ട നമുക്ക്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടന്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി ലേശം കാണിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മര്യാദപൂർവ്വം ഒരു കണ്ടന്റ് ചെയ്യുക. അതായത് ഒരു സാഹചര്യം വരുമ്പോൾ രണ്ട് സൈഡും മനസ്സിലാക്കിയിട്ട് അത് വെച്ചിരുന്ന് നിന്റെയൊക്കെ ബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നില്ല. കിട്ടത്തില്ല. നിന്നെ കുറ്റക്കാരനാക്കി നിന്നെ പ്രശ്നേഷാക്കി കാണിച്ചോണ്ട് വീഡിയോ ചെയ്താലേ ഇവർക്ക് എന്റെ ലൈഫ് ഒന്ന് ശ്വാസം വിടാനെങ്കിലും എനിക്ക് പറ്റണ്ടേ? കാരണം ഇത്രയും കാലം ഞാൻ പഠിത്തം നോക്കി, പഠിത്തത്തിന്റെ കൂട്ടത്തിൽ പാർട്ട് ടൈം പണി നോക്കി. വാത്സല്യത്തിലെ മമ്മൂട്ടിയാ കുടുംബത്തിന് വേണ്ടി ലൈഫ് കളഞ്ഞു പറഞ്ഞിരുന്ന കരയാൻ. എടാ മോനെ, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഥ. ആഹാ, എന്നിട്ട് ബാക്കി പറഞ്ഞ് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഥ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ അത് നോർമലാണെന്നാണ്. എടാ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ തന്നെ ഒരുത്തൻ കിടന്നിട്ട് അവനങ്ങ് ഇല്ലാണ്ടാവുന്നത് പക്കയാണ്. അതാണ് അവിടുത്തെ മൂത്ത ജ്യേഷ്ഠൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നാണ് പറയേണ്ടത്. എടാ മൂത്ത ജ്യേഷ്ഠന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ തന്നെയാടേ. ഒരു മര്യാദയൊക്കെ നമുക്കും കിട്ടണം കേട്ടാ. അതായത് നമ്മൾ ചെയ്യുന്നതിനകത്ത് നമ്മളെ വന്ന് പൂജിക്കണം, നമ്മുടെ കാല് കഴുകിയിട്ട് വെള്ളം എടുത്ത് ഞം കുടിക്കണമെന്നൊന്നും അല്ല പറയണത്. അത് വെച്ചിട്ട് അരി വേവിക്കണമെന്നൊന്നും അല്ല പറയണത്. നമുക്ക് ഓടി ഒന്ന് തളരുമ്പോൾ ഇരിക്കാനുള്ളൊരു സ്പേസ് കിട്ടണം. അതിനും വീട്ടുകാർ ഉണ്ടാക്കി വെച്ച സ്പേസ് തരിക എന്നല്ല പറഞ്ഞാൽ ഒന്ന് ഇരുന്നോട്ടെ, ആ പണ്ടാരം അവിടെ ഇരുന്നോട്ടെ. അപ്പം അവിടെ ഇരിക്കുക പോലും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമാണ് നിന്റെ വിഷയം. നിനക്ക് എവിടെയോ നിന്റെ തലയിൽ കയറിയിട്ടുണ്ട് എന്റെ ലൈഫ്, എന്റെ ഭാര്യ, എന്റെ ലൈഫ്. എന്റെ ലൈഫ് എന്നല്ലാതെ പിന്നെ ഞാൻ നിന്റെ ലൈഫ് എന്ന് പറയണം. എന്റെ ഭാര്യ എന്ന് പറയാണ്ട് നീയൊക്കെ പറയണ പോലെ ഞങ്ങളുടെ ഭാര്യ എന്ന് പറയണേ. എന്തിനടെ ഈ പറയണ? അയ്യേ, എല്ലാരും നിങ്ങളെ പോലെ ഒന്നും അല്ല കേട്ടാ.
എൻ്റെ ലൈഫ് എൻ്റെ ഓക്കെ ശരി, നിൻ്റെ ഭാര്യ നിൻ്റെ ലൈഫ് ഓക്കെ ശരി. ആ ശരി, അത്രേ ഉള്ളൂ. അല്ലാതെ നീയൊക്കെ പറയണ പോലെ ഞാൻ പറഞ്ഞു നടക്കത്തില്ല നാട്ടുകാരുടെ ഭാര്യ അങ്ങനെ എല്ലാവരുടെയും ഭാര്യ എന്നൊന്നും. എനിക്ക് അങ്ങനൊന്നും അല്ല. ഇതെന്റെ ഭാര്യ, ഞാൻ അവളുടെ ഭർത്താവ്, അത്രേ ഉള്ളൂ. നീ പൊയ്ക്കോ നിന്റെ വഴിക്ക്. നീ എന്തിന് നാട്ടുകാരോട് വന്നിരുന്നിട്ട് സ്വന്തം അമ്മേനെയും അനിയത്തിനെയും കുറിച്ച് ഈ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതെന്റെ മിസ്റ്റേക്കാടേ, അതിന്റെ മിസ്റ്റേക്കാണ്. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്ന് വീണപ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എൻ്റെ സൈഡ്, എന്നെ കുറിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അപവാദങ്ങൾ വരുമ്പോൾ എൻ്റെ സൈഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിനകത്തൊന്നും എനിക്ക് ഇന്നേ വരെ അതിനകത്ത് എനിക്ക് റിഗ്രറ്റ് ഇല്ല. അത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ. കാരണം ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇത്രയും കാലമായിട്ട് മുതലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, സ്വർണം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറ സൈഡിൽ ഞാൻ മിച്ചം വെച്ചുകൊണ്ടല്ലേ അവിടെ സ്വർണം മിച്ചം വന്നതെന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു റോങ്ങുമില്ല. പിന്നെ ഒരു സൈഡിൽ ഒരു പർട്ടിക്കുലർ സാധനം, അതായത് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അവളുടെ റിലേഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഒന്നും പറയാൻ്റെ കാര്യം നമുക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ ഇച്ചിരി വൈകിപ്പോയി. ആ ഒരു സൈഡ് എനിക്ക് മിസ്റ്റേക്ക് തന്നെയാണ്, അത് ഞാൻ ന്യായീകരിക്കണില്ല. പക്ഷെ അത് മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സാധനവും മിസ്റ്റേക്കാണ്, ഇത് മുഴുവനും ഒരു മിസ്റ്റേക്കിൻ്റെ കളിയാന്ന് പറയുന്നത് അത് മറ്റടുത്ത കളിയാടാ. ആ അമ്മയ്ക്കും ആ പെങ്ങൾക്കും കിട്ടുന്ന ഒരു അറ്റൻഷനിൽ നിന്ന് ഇവ മാറി തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടി എന്ത് ചെയ്യണം, ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട് അവരെയും കൂടി ഒന്ന് കൂട്ടിപ്പിടിക്കാൻ നോക്കിയാൽ തീരേണ്ട പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എടാ പന്നി നാറി, എടാ നമ്മുടെ വീട്ടിലെ കാര്യം നമുക്കല്ലേ അറിയാവുള്ളൂ. അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ കൊണയടിക്കുമ്പോൾ നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി എന്നാണോ ഉദ്ദേശിക്കുന്നത്? എടാ നിങ്ങൾ പറയുന്ന സജഷൻസിലൂടെ പോകുന്നതാണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞങ്ങളല്ലേ അവിടെ നമ്മളവിടെ മാക്സിമം നോക്കിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയെന്നു, എങ്ങനെയൊക്കെ ഇത് ഒരുമിച്ച് കൊണ്ടു നോക്കിയെന്നൊക്കെ നമുക്കേ അറിയാവുള്ളൂ. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ രക്ഷപ്പെട്ടാല് പയ്യെ അമ്മയും അനിയത്തിയും എല്ലാരെയും കൊണ്ടുപോകാന്നുള്ള പ്ലാനായിരുന്നു. അത് അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകത്തില്ല എന്നുള്ള ടെൻഷനാണോ? അവരൊറ്റപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ടാണോ, അതോ ഇനി അവർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ അവരുടെ മോനെ തട്ടിക്കൊണ്ട് പോകുവാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം പറയാലോ, ഇപ്പോഴത്തെ ഈ രീതിയൊക്കെ കൊണ്ട് തോന്നുന്നത് അവർ പഠിച്ചു കൊടുക്കുന്ന കള്ളമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ നോക്കുന്നത്, എന്തായാലും പുറത്തോട്ട് പോകാനിരിക്കുന്നവരെ കൊടുക്കാൻ നോക്കുന്നത് അത് തടയാനുള്ള ലക്ഷ്യത്തോടെ സ്നേഹത്തിന്റെ അല്ല അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ, അതാണ്. അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ സംസാരമൊന്നും. മണ്ട, നീ പുറത്തു പോയാ അവരുടെ ലൈഫും കൂടി അല്ലേ സെറ്റിൽ ആവുക. നീ തന്നെ പറയുന്നു പുറത്തു പോയാൽ അവരെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ പുറത്തു പോയാൽ ഇപ്പം ഈ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലിക്ക് നീയും വൈഫും പോയാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അമ്മയ്ക്കും പെങ്ങൾക്കും കിട്ടുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത്ര മണ്ടന്മാരാണോ ഈ അമ്മയും പെങ്ങളും? എടാ, അത്രയും അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിൽക്കാൻ പറ്റുന്നതായിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും ആദ്യം ഒരു വീഡിയോ ഇട്ടത്, എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നാട്ടുകാരെ തല്ലു വിളിച്ചു എന്നൊരു പോയിന്റ് വരുമ്പോഴാണ് ഞാൻ അതൊരു വീഡിയോ ആക്കിയത്. അപ്പോൾ അത് എങ്ങനെയാണ് അവിടം വരെ എലിവേറ്റ് ആയി പോയത്? അതാരെ എലിവേറ്റ് ചെയ്തത്? ഇത് പുറത്തു നിന്ന് കാണുന്നവർക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതോ അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല. കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ ഉപദ്രവിച്ചാലാണ് അന്നം കിട്ടുന്നതെന്ന് പറഞ്ഞാലും അവന്മാർ ആ രീതി ചെയ്തോട്ടെ, മനസ്സിലാക്കാം. പക്ഷെ ഒരു മര്യാദ വേണ്ടേ? അതായത് ഞാൻ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ നാട്ടുകാരെ തല്ലുവരെ കൊള്ളിച്ചപ്പോഴാണ് ഞാൻ അത് വീഡിയോ ആക്കിയത്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഓൾറെഡി കുറേ നാൾ മുന്നേ ഇറക്കിയൊക്കെ വിട്ടതാണ്. നമ്മൾ അതുപോലും കള്ളക്കേസിൽ കൊടുക്കാൻ ഓൾറെഡി നോക്കിയതൊക്കെ നമ്മൾ വിഷയമാക്കിയില്ല. അപ്പോൾ തല്ലും കൂടെ കൊള്ളിച്ച് എന്നെ, ഇവളെയും കൂടെ തല്ലു വിളിച്ച് എന്നെ, വണ്ടിയെ തല്ലു വിളിച്ച് എന്നെ, കൂട്ടുകാർക്ക് ഇട്ട് ഉപദ്രവം വന്ന് ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയാടാ പിന്നെയും നമ്മൾ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയിലൊരു മര്യാദ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. പിന്നെ അതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായി. പക്ഷെ വീഡിയോ മുഴുവൻ മിസ്റ്റേക്ക് ആണെന്നല്ല, ചില ഭാഗങ്ങൾ മിസ്റ്റേക്കുകൾ വന്നു. ഇമോഷൻസിന്റെ പുറത്ത് ചില ഭാഗങ്ങൾ മിസ്റ്റേക്ക് വന്നു. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളി ഞങ്ങൾ തന്നെ എടുക്കുവാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണ്, എല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അവര് പറയുന്ന ഇന്റർവ്യൂസ് ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് ഇതിന് മുമ്പും സ്വർണ്ണമൊക്കെ അടിക്കാൻ നോക്കിയിട്ടുണ്ട്, മുക്കറയിടാൻ നോക്കിയിട്ടുണ്ട്, വിഴുങ്ങാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാ ശരിയാവണേ? എന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛൻ തരുന്ന ചെലവ് കാശ് പോലും അമ്മയുടെ അക്കൗണ്ടിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് മിച്ചമൊക്കെ അവർക്ക് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതൊക്കെ അവര് വേറെ രീതിയിൽ പറയുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ കാര്യങ്ങൾ പറയാനും പാടില്ല. കമോൺ മാൻ, കുറച്ചൊക്കെ അന്തസ് വേണം കേട്ടോ.
ഇവരൊക്കെ വേറെന്തൊക്കെയോ രീതിയിലൊക്കെയാണെന്ന് തോന്നുന്നു. അല്ലല്ല, മനസ്സിലാക്കിയതിന്റെ കുഴപ്പമൊന്നുമല്ല, നല്ലോണം മനസ്സിലാക്കാനൊക്കെ പറ്റുന്നവനൊക്കെ തന്നെയാണ്. പക്ഷെ കളിക്കുമ്പം മറ്റേ കളി തന്നെ കളിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇവന്മാർക്ക് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് നിന്റെ സ്വർണം അടിച്ചു മാറ്റേണ്ട കാര്യമോ ഒന്നുമില്ല. എൻ്റെ 2.5 ലക്ഷം രൂപ എനിക്ക് ഫ്രീ ആക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമെങ്കിൽ സെറ്റ് ചെയ്ത് തന്നോ. കാരണം എൻ്റെ 2.5 ലക്ഷം രൂപ നിങ്ങൾക്കാണ് തിരിച്ച് ഇതിന്റെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇവള് ഭയങ്കര സംസാരമൊക്കെ, ഈ സംസാരത്തിൽ മെയിൻ വന്ന പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പഠിപ്പിച്ചത് നീയല്ല, പഠിപ്പിച്ചത് ഞാനല്ല, അവള് പഠിച്ചത് ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അച്ഛന്റെ പൈസക്കാണ് പഠിച്ചത്, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു നിന്നെ പഠിപ്പിച്ചത് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത്, ഞാൻ പാർട്ട് ടൈം ആയിട്ട് പണിയെടുത്ത് ലിഫ്റ്റിൽ നിന്ന് കോളേജിൽ പോകുന്ന സമയത്ത് നിന്നെ ഞാൻ പഠിക്കാൻ വിട്ടിട്ടുണ്ട്. അത് ആദ്യ വർഷം 10,000, രണ്ടാമത്തെ വർഷം 11,000, മൂന്നാമത്തെ വർഷം 12,000 എന്നിങ്ങനെയായിരുന്നു ഡിഗ്രിക്ക്. ബികോം അവള് പഠിച്ചപ്പോഴത്തേക്കും മിനർവ കോളേജിൽ ഉണ്ടായ ചെലവ്. ആ പെങ്ങൾക്ക് പല്ലിക്കുത്തി ഓടിച്ചു കൊടുത്തതിന്റെ പൈസന്റെ കണക്ക് പോലും ഇവ എടുത്തു വെച്ചിട്ടുണ്ടാവും. എടാ പിന്നെ ഞാൻ ചെയ്തതിനുള്ള കണക്ക് ഞാൻ പറയാണ്ട് നിന്റെ അച്ഛൻ വന്ന് പറയോടാ? എടാ പറയിക്കണല്ലേടാ, ഒരു മര്യാദ വേണ്ടേ? ഇപ്പൊ അവര് പറയുവാണ് ഞാൻ അവരുടെ സ്വർണ്ണത്തിലേക്ക് കൈയിട്ട് വരാൻ നോക്കി, ഞാൻ അവരുടെ സ്വർണ്ണമൊക്കെ വിഴുങ്ങാൻ നോക്കി എന്ന് പറയുമ്പോ ഞാൻ പറയുവാണ് നീ ഇത്രയും നാൾ വീടിന് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ അനിയത്തിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ചെയ്ത കാര്യം പറയണ്ടേ? ഞാനത് പറഞ്ഞു. ആ പറഞ്ഞ പോയിന്റ് ഞാൻ സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ മോശമാവുന്നത്? ഞാൻ പല്ലി കുത്തിയെ മേടിച്ചു കൊടുത്താൽ, ഞാൻ ബ്രഷ് മേടിച്ചു കൊടുത്താൽ, പേസ്റ്റ് മേടിച്ചു കൊടുത്താൽ എന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മേടിച്ചു കൊടുത്തതിന്റെ കണക്ക് ചോദിക്കുന്ന സമയത്ത് പറയാൻ പറ്റണ്ടേ? അല്ലെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ പഴം വിഴുങ്ങി നിൽക്കുന്നതൊക്കെ നീയൊക്കെ ആയിരിക്കും, അതിനകത്ത് അന്തസ്സം കാണുന്ന നീയൊക്കെ ആയിരിക്കും. ഞാൻ പഴം വിഴുങ്ങിയല്ല, എനിക്ക് പഴം വിഴുങ്ങിയ പോലെ നിൽക്കാനായിട്ട് ഞാൻ അധ്വാനിച്ച് കുടുംബത്തെ നോക്കിയവനാ. അപ്പൊ അവൻ അങ്ങനെയുള്ള അധ്വാനിച്ച് കുടുംബം നോക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ വീട്ടുകാർ തന്നെ ചോദിക്കും, എടാ നീയൊക്കെ എന്ത് ചെയ്തടാ ഇത്രയും കാലമായിട്ട്, നീയൊക്കെ എന്തോ പ്രത്യേകിച്ച് ചെയ്ത്, ഞങ്ങള് ചെയ്തതിന്റെ എന്ത് നിങ്ങൾ ചെയ്തെന്ന് ചോദിക്കുമ്പോ എടാ ചെയ്തവന് ചെയ്തോന്ന് പറയാൻ പറ്റൂടാ, അല്ല ചെയ്യാത്തവൻ ചെയ്തെന്ന് പറയണ്ട, ചെയ്തവന് ചെയ്തെന്ന് പറയാൻ പറ്റും. ചെയ്യാത്തവന് കണക്കുകളും കാണത്തില്ല. അതെ. എന്നിട്ട് ഇപ്പം പറയും ഞാൻ പൈസ കണക്ക് പറയില്ല എന്നുള്ളത്. ആ ഈയിടെ എങ്ങനെ സഹിച്ച് ജീവിച്ചടേ അവര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ നിന്നെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചുള്ള തട്ടലാവും വീട്ടിൽ തട്ടിയിട്ടുണ്ടാവുക. ആയിക്കോട്ടെ. അവരെന്നെ ഒരുപാട് സഹിച്ചു, അവരൊരുപാട് ക്ഷമിച്ചു. അങ്ങനെ തന്നെ എന്തേ ഇപ്പൊ നിനക്ക് ഇത്ര തിളക്കേണ്ട കാര്യം എന്തേ? ഇപ്പൊ ഞാൻ പ്രശ്നേഷ് ആണെങ്കിൽ ആ പ്രശ്നേഷ് തന്നെ ഇത്രയും കാലം അവരെ പോറ്റിയത്. അപ്പൊ അത് അവര് സഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നന്മ, അത്രേ ഉള്ളൂ, അവരുടെ നന്മ. അല്ല അവർക്ക് നിലനിന്ന് പോകണമെന്നുള്ളതുകൊണ്ടല്ല, അവരുടെ നന്മ. അപ്പൊ ഞാൻ പ്രശ്നേഷ് ആയിട്ടാണേലും പ്രശ്നേഷ് ആയിക്കൊണ്ടാണേലും ഞാനൊരു കുടുംബം നോക്കിയത് നന്മയല്ലേ ഇത്രയും കാലം. അപ്പൊ കണക്ക് പറഞ്ഞപ്പോ ആ നന്മകളൊക്കെ മാഞ്ഞു പോയാ. എടാ അപ്പൊ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തെന്ന് പറയുമ്പോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇത്രയും ചെയ്തതല്ലേ, അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ലേ ഞാൻ നിങ്ങളുടെ ഒന്നും അടിച്ചു മാറ്റാൻ നോക്കിയല്ല എന്ന് പറയുമ്പോ എടാ പോളെ കളിക്കോ മറ്റേ. അല്ല ഇവൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവന് സ്വന്തം പൈസക്ക് അധ്വാനിച്ച് കിളിർത്തവർ, ഈ കിളിർക്കലൊന്നും ഈ അച്ഛൻ പെങ്ങക്ക് കൊടുത്ത സ്വർണത്തിൽ നിന്നെടുത്ത് നിന്റെ 2.5 ഒഴിവാക്കി തരാൻ വേണ്ടിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കുമ്പോഴും പിടിക്കുമ്പോഴും ഒന്നും ഇല്ലേ? എടാ എന്താണ് ഈ പറയണേ? എടാ എന്റെ പൈസ അത് അച്ഛൻ അനിയത്തിക്ക് സ്വർണം മേടിച്ചു കൊടുത്താണ്, ആ സ്വർണം അവളുടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ എന്റെ പൈസ എനിക്കിപ്പോ വേണ്ടത് ഞാൻ പിന്നെ എന്നെ എവിടെ നിന്ന് ഉണ്ടാക്കും? അതായത് അവരുടെ സാധനം വിറ്റ് തൊലച്ചിട്ട് എന്റെ പൈസ എന്നിട്ട് ആ വീടിന്റെ പണയം കഴിയുമ്പോഴും എന്റെ പൈസ എന്നല്ലല്ലേ ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞ സെറ്റാണ്. അപ്പൊ എത്തിക്സും സാധനമൊന്നും ഉണ്ടായില്ലേ ലൈഫില്? എടുത്ത് കോത്താളിത്തെടുത്ത് വെച്ചോ. എന്റെ എത്തിക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീട് നിൽക്കുമ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അല്ല ഇത് ഇവന് മനസ്സിലാവില്ല കേട്ടിട്ട് ചുമ്മാ ഇരുന്ന് ഓരോന്നും എടി കണ്ടവന്റെ തുമ്പും പിടിച്ചോണ്ട് നടക്കുന്നതൊക്കെ യുവമാരുടെ ശീലങ്ങളാണ്, അതൊക്കെ പരമ്പരാഗത ഗുണങ്ങളാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞ പോലെ അതൊന്നും പറയാനായിട്ട് ഇവന്റെ ഒന്നും ഒരു പൈതൃക ആൾക്കാരും വരാൻ പോണില്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നു. അതായത് എന്റെ എത്തിക്സോ കാര്യങ്ങളോ എനിക്ക് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 0 ഗോൾഡ് മാരേജ് കഴിക്കണമെന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും കാലം എൻ്റെ അച്ഛൻ വീട്ടിലോട്ട് അമ്മയ്ക്ക് ജീവനാംശം, അതായത് വീടിന് ചിലവിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ചിലവ് നോക്കാതെ ഇന്നേ വരെ എലിപ്പിന് വന്ന് കിടന്നാൽ പോലും ഞാൻ അതിൽ നിന്ന് അനക്കിയിട്ടില്ല. അതായത് എനിക്ക് മിച്ചം വെക്കാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കുമല്ല പൈസ ചെയ്തത്. എന്നിട്ട് എൻ്റെ പൈസ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും കൂടെ നമ്മൾ ആ വീടിൻ്റെ ലീസ് എടുക്കാൻ വേണ്ടി ഇട്ട പൈസ നമ്മൾ ഒരാവശ്യം വന്നപ്പോൾ ഇവളുടെ കൂടെ പൈസ ഉള്ളതുകൊണ്ട് ഒരാവശ്യം വന്നപ്പോൾ നമ്മളത്
എങ്ങനെയാലും അത് ഫ്രീ ആക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് മോശമാകുന്നത്, അതെങ്ങനെ എത്തിക്സ് ഇല്ലാത്ത കളിയാകുന്നത്. പിന്നെ ഞാൻ എൻ്റെ പൈസ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അത് ഞാൻ മാഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ എത്തിക്സ് കൂടുന്നത്. അതെനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് കണ്ടവരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയൊന്നും കയ്യിലില്ലടേ. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടര മറക്കായിരുന്നു. കണ്ടവരെ പറ്റിച്ചുണ്ടാക്കുന്ന, കണ്ടവരെ തുമ്പും പിടിച്ചുണ്ടാക്കുന്ന പൈസ നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ രണ്ടര മറക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനും മറക്കാണ്ട് നമ്മൾ കള്ളക്കളി കളിച്ച് ഇതിൽ കൂടുതൽ ഉണ്ടാക്കാനോ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ആരെയും പറ്റിച്ചിട്ട് അത് വലിക്കാൻ നോക്കിയിട്ടുമില്ല. എൻ്റെ പൈസ ഫ്രീ ആക്കി തരാൻ 2 ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഓക്കെ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ ട്രിഗേർഡ് ആയത്. അത് എൻ്റെ വീട്ടുകാർ ട്രിഗേർഡ് ആയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെ എൻ്റെ എത്തിക്സ് ഇല്ലാത്തവനാകുന്നത്? എടുത്ത് കോത്താളിത്തെടുത്ത് വെച്ചോ, അവനാൻ്റെ 2.5 കിട്ടാൻ വേണ്ടി എത്തിക്സ് ഒക്കെ എടുത്ത് മാറ്റിയപ്പോൾ. എടാ കോത്താഴത്തൊക്കെ ഓരോന്നിടത്ത് വെക്കുന്നതും തുമ്പും പിടിച്ച് നടക്കുന്നതൊക്കെ ആരാണെന്ന് വ്യക്തമായിട്ട് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞാൻ പറയുന്ന പോയിന്റ്സിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത് ന്യൂട്രലായിട്ട്, എന്നെ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരെന്നല്ല, ന്യൂട്രലായിട്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഞാൻ മറ്റേ പ്രശ്നേഷാണ്, ഇവനോ പറഞ്ഞിട്ട് ഇതിനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇതിനെ വേറെ രീതിയിൽ കൊണ്ടുപോകും. നിന്നെ പോലത്തെ തുമ്പും പിടിച്ച് നടക്കുന്ന കോത്താഴവും തോണ്ടി നടക്കുന്നവനൊക്കെ അത് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നീ എങ്ങനെ ലോക്കാവുന്ന പറയുന്നത്? നീ പറയുന്നത് നിന്റെ ഭാഗത്താണ് ന്യായം, നീ ചെയ്തതാണ് ശരി, അവരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ എടുത്താൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, അവർ ചോദിച്ചാൽ എന്താ, ചോദിച്ചില്ലെങ്കിൽ എന്താ, പറഞ്ഞാൽ എന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ. അപ്പം അവിടെ തന്നെ നിന്റെ കള്ളത്തരം പൊളിഞ്ഞു. നീ അനിയത്തി വീഡിയോ എടുക്കുന്നത് നീ എക്സ്പെക്ട് ചെയ്തില്ല. അത് കണ്ടതോട് കൂടിയിട്ട് നിന്റെ വായന്ന് വന്ന വർത്താനങ്ങളൊക്കെ കൈവിട്ട് പോയ സാധനം മനസ്സിലായത് കൊണ്ടാണ്. കൊള്ളാടാ, നല്ല സൂപ്പറായിട്ടുണ്ട്. എൻ്റെ വായിൽ നിന്ന് വന്ന വർത്താനങ്ങൾ കൈവിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാനെങ്കിൽ ഇല്ലാണ്ടാവണമായിരുന്നു. ഒന്ന് പോടെ. ഒരു വീട്ടിൽ ഒരു അമ്മയോ അച്ഛനോ സഹോദരി ആരെങ്കിലും ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ഇത്രയും കാലം കഴിഞ്ഞത് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പണിയെടുത്തൊക്കെയാണെന്ന് തന്നെ വെച്ചോ, കുഴപ്പമില്ല. ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് ഉദ്ധരിച്ചു എന്നൊന്നും ആരും സമ്മതിച്ചാറുണ്ട. എങ്ങനെയാണേലും ഒരു വീട്ടിൽ നമ്മൾ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ അധ്വാനത്തിന് എൻ്റെ അച്ഛനമ്മയോ തന്നിട്ടുള്ള അല്ലാത്ത എൻ്റെ പൈസ ഞാൻ ഇടുന്നതിനകത്ത് ആ ഇട്ട പൈസ എനിക്കിപ്പം തിരിച്ച് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് ഫ്രീ ആക്കി തരാൻ ഒന്ന് നോക്കാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നൈസായിട്ട് ഇരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അത് അച്ഛൻ പോയ അച്ഛനെ കുറിച്ചൊക്കെ ഇങ്ങനെ നോർമലൊക്കെ സംസാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട്, അതായത് അവർ പറയേണ്ട കണക്കുകളൊക്കെ അവരിങ്ങനെ പറഞ്ഞ് കള്ളക്കണക്കൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒളിച്ചിരുന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നത്. അതാണല്ലോ ഒരു വീട്ടിൽ സാമാന്യ ബോധത്തോടെ അല്ലെ ഭയങ്കര നോർമലായിട്ട് നടക്കുന്നൊരു കാര്യം. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ശരിയാടാ, ശരി കൊള്ളാം. ഇപ്പം എന്ത് പറഞ്ഞേ, പെങ്ങളെങ്ങാനും അത് കൊണ്ടുപോയി വിറ്റാൽ, പെങ്ങളിപ്പോഴും വിറ്റിട്ടില്ല, പെങ്ങളിപ്പോഴും അതിൻ്റെ ചെറിയ എന്താ പറയുക അറ്റവും മൂലയും തറ്റവും മാത്രമാണ്. കൊള്ളാം, അറ്റവും മൂലയല്ലടാ മോനെ, തുമ്പും. എന്തുകൊണ്ടാ ഇതൊക്കെ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതായത് ആ വീഡിയോക്കകത്ത് എൻ്റെ വീട്ടുകാർ പറയുന്ന സാധനം ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവർ വിൽക്കേണ്ട സാധനമല്ലേ വിറ്റത്. അത് പൈസയ്ക്കായിക്കോട്ടെ, ഫെയിമിനായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ നാളെ കോടതി വിധി വരുമ്പോൾ ലാഭത്തിനായിക്കോട്ടെ വിറ്റത്. അത് വിറ്റത് തന്നെയാടാ. പിന്നെ അതിനകത്ത് വലിയ ന്യായമൊന്നും പറയണ്ട. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാനിത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാനോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല ആദ്യം തൊട്ട്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അതാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആ ലെവലിൽ ഇവർ എലിവേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും, തല്ലുവരെ മേടിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്റ്റാൻഡ് പറയണം എന്നുണ്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ തന്നെ കൺട്രോൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യായീകരിക്കുമെന്നല്ല, ഒരു പോയിന്റ് വരേണ്ട കാര്യമില്ലായിരുന്നു, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. തെറ്റായതുകൊണ്ട് തന്നെ സമ്മതിച്ച് പറയുന്നത്. അതിൽ ഞാൻ 100% ഞാൻ യാതൊരു രീതിയിൽ ന്യായീകരിക്കുന്നില്ല. പക്ഷേ വേറൊരു സൈഡിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എൻ്റെ വൈഫിനെയും എൻ്റെ കാറിനെയും വരെ തല്ലു വിളിച്ച്. അപ്പോൾ അത്രയും ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും ഒതുങ്ങി നിൽക്കാൻ പറ്റണില്ലായിരുന്നു. ഒരാൾ പറഞ്ഞ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും പറഞ്ഞ് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതും കൂടെ മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? മിസ്റ്റേക്ക് പറ്റും, മനുഷ്യനാണ്. അതിനെ നമ്മൾ ന്യായീകരിച്ച് വേറെ ആക്കുന്നുമില്ല. പക്ഷെ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തിനു പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അങ്ങനെയെങ്കിലും എൻ്റെ ആ ഒരു ദേഷ്യം ഒഴിവാക്കി വിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, എന്നെ എൻ്റെ വൈഫിനെ എൻ്റെ കാറിനൊക്കെ ഉപദ്രവിച്ചവന്മാരെ തിരിച്ച് പണിയെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങാൻ എനിക്ക്
ഒന്നാമത്തെ കാര്യം ആരോഗ്യമില്ല, രണ്ടാമത്തെ കാര്യം സമയമില്ല, മൂന്നാമത്തെ കാര്യം അങ്ങനെ ചെയ്ത് തീർക്കാനുള്ള അല്ല എൻ്റെ ലൈഫെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലീഗലി അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ നമുക്ക് ലൈഫില്ല. അങ്ങനെ എനിക്ക് ലോക്കായി പോകണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടും ലോക്കായി പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടുമാണ് ഞാൻ ആക്ച്വലി എന്നെ കൺട്രോൾ ചെയ്തത്. അങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് എൻ്റെ ആ ഒരു എനർജി കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കളയുന്ന കൊടുത്ത ഒരു മിസ്റ്റേക്കും പറ്റും. പക്ഷെ ബാക്കി സൈഡുകൾ ഉള്ളത് ഉള്ള പോലെ എൻ്റെ അനുഭവം പറഞ്ഞടാ. കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശരിക്കും ഈ അമ്മേനെയും അനിയത്തിനും നീയാണ് ഇപ്പോൾ വീഡിയോ വഴി വിറ്റുകൊണ്ടിരിക്കണേ. കൊള്ളാം, സൂപ്പർ സംസാരം, കൊള്ളാടാ. അതായത് ഇതിലും ബാക്കി പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയാണ്? മുഴുവൻ പോയടാ. അതായത് ഞാൻ സംസാരിക്കുന്ന ഭാഗം മാത്രമായിട്ട് മുഴുവൻ പോയി. അവർ സംസാരിക്കുന്ന ഭാഗം പുറത്ത് വരത്തില്ല, പുറത്ത് വരാൻ പോണില്ല. കാരണം എന്താ? അത് പുറത്ത് വന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ നേരെ തിരിയും. കാരണം അവർ ആ വീഡിയോയ്ക്കകത്ത് അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള വർത്താനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ് അവരുടെ സംസാരം വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണക്ക് പറയുന്നതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും പുറത്ത് വന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തോന്ന്? എൻ്റെ കയ്യിലിരിക്കുന്ന ആ വീഡിയോ ഉണ്ട്, ഇട്ടറാ, മുഴുവൻ ഇട്ടറാ. അല്ലെ മേടിച്ചിട്ട് ഇട്ടിട്ട് നീ എൻ്റെ ഭാഗമാണ്, ഇനിയും കൂടുതൽ എൻ്റെ ഭാഗം റോങ് ഉണ്ടെങ്കിൽ നീ അത് ഇട്ട് അരി ഉണ്ടാക്ക്. ഞാൻ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ സപ്പോർട്ട് വേണ്ടായിരിക്കും, പക്ഷെ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യാം. അവരിതുവരെ നിന്നെ വിറ്റിട്ടില്ല. അവർ വിൽക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ അമ്മയും പെങ്ങളും അതാ ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവർ പറയില്ല. കാരണം അവരുടെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി അവര് ഇവനെ പ്രൊട്ടക്ട്. ആഹാ, സൂപ്പർ, കൊള്ളാം, നല്ല നല്ല വർത്താനം. ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് എന്നാ മനസ്സിലായെന്ന് പറയുന്നത്, അവരെന്നെ കുറിച്ച് ഒന്നും മോശമായിട്ട് പുറത്തു പറയത്തില്ല. ഞാൻ അവരുടെ പിഞ്ച് പൈതലാണ്, പിഞ്ച് ഓമനയാണ്. ഇത്രയും കാലം ഞാൻ അവരെ പോറ്റിയത് കൊണ്ട് അവർക്ക് നന്ദി കൊണ്ട് മൂടി നിൽക്കുകയാണ്. ഓടെ ഇത്രയും കാലം ഞാൻ ചെയ്ത ഒന്നുമില്ല. ഞാൻ ഇത്രയും കാലം അവരെ മുതലെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വർണ്ണം മുമ്പാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവർ പറയുമ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് മറ്റടുത്ത് വർത്താനം, എന്ത് വർത്താനാണ് പറയുന്നത്? കമോൺ, വെറും തന്തയില്ലാത്ത വർത്താനം നീയൊക്കെ ഈ പറയുന്നത്. അവര് ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രൊട്ടക്ഷൻ അതായത് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഞങ്ങള് ആത്മഹത്യ ചെയ്യുമ്പോഴാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചേക്കുന്നതാണ് പ്രൊട്ടക്ഷൻ. എടാ പോടാന്ന് അമ്മ വന്നിട്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 മാന്ത് എന്റെ ഈ വലത്തെ കണ്ണിന്റെ ഇവിടെ അല്ലേ പാടെന്താ പാടിപ്പോ നല്ലതായിട്ട് മങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ സമയത്തെ വീഡിയോ കറക്റ്റ് ആയിട്ട് മറ്റേ തമിഴൻ ഇവിടെ മറ്റേ പാടുള്ള തമിഴനെ പോലെയാണ് ചില വീഡിയോസിനകത്ത് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചൊരു 1-2 മാസത്തിനിടയിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് കുറെ കൂടെ മങ്ങിയത് കേട്ടോ. അപ്പം 2-3 മാന്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെയാണ്, അതായത് കാണിച്ചു തരാന്നുള്ള ആ ഒരു വൈരാഗ്യം ഞാനത് മുഖത്ത് കണ്ടു കേട്ടോ. എൻ്റെ അമ്മയുടെ മുഖത്താണ് ഞാനത് കണ്ടത്. അപ്പൊ എനിക്ക് ആ വേദന ഇതല്ല, എനിക്ക് എൻ്റെ അമ്മ ഇത്രയും വൈരാഗ്യം എന്നോട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ആ വേദനയായിട്ട് തോന്നിയത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഞാനത് ആ ഒരു രീതിയിൽ ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ മുഖത്ത് ചിരിയാൻ വരുന്നെങ്കിലും ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കേട്ടാ ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അത് ബുദ്ധിമുട്ട് മുഖത്ത് കാണുന്നുണ്ട്. എന്തൊരു സന്തോഷാണ് അമ്മേനെ കുറിച്ചൊക്കെ പറയുമ്പോ. സ്വന്തം അമ്മേനെ പുലിമുരുകനാക്കിയ മുതലേ ആദ്യമായിട്ടാണ് കണ്ടത്. അമ്മ ഇങ്ങനെ മാന്തിന്ന്. എടാ പടുപാബി, പെങ്ങളെ കൊങ്ങയ്ക്ക് പിടിച്ച് നിൽക്കുമ്പോ ആ അമ്മയ്ക്ക് പെങ്ങളെ രക്ഷിക്കാൻ നിന്നെ മാന്തി തള്ളി വിട്ടാലേ പറ്റൂ. പെങ്ങൾ എന്റെ ഫോണിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ അവളുടെ ഫോണിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാന്ത് തന്നത്. അത് പറഞ്ഞപ്പോ ഇവനത് ഞാൻ പെങ്ങളെ കൊണക്കി പിടിച്ചതാക്കി മാറ്റി. എടാ നിന്നെയൊക്കെ പടുഭാവി എന്നല്ലടാ പറയേണ്ടത്, പടുവാണോന്നാ പറയേണ്ടത്. പറയണ സാധനം കേൾക്കണില്ല, കേൾക്കണ സാധനവും മറ്റു രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പടുവാണോ ഒക്കെ വളച്ചൊടിയല്ല ഇവനെ പറയേണ്ടത്. തുമ്പത്ത് പിടിച്ചോണ്ട് നടക്കുന്ന പന്നെ കണ്ടവന്റെ തുമ്പത്ത് പിടിച്ച് നടക്കുക. മനസ്സിലായ? സ്വന്തം അനിയത്തിന്റെ കഴുത്തിലും ഫോണിലും പിടിച്ചാ നിക്കണ അനിയത്തി ഫോണിലും കഴുത്തിലും അല്ലടാ, മറ്റവനെ ഫോണിൽ പിടിച്ചിരിക്കുന്ന സമയത്താണ് അനിയത്തി എന്റെ കഴുത്തിന് പിടിച്ചത്. അപ്പോഴാണ് അമ്മ വന്നിട്ട് മാന്തിയത്. ആ മാന്തിയ സമയത്ത് ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരടി നീ ഉണ്ടാക്കിയിട്ടുണ്ടേ, ആണുങ്ങൾക്ക് പറഞ്ഞേക്കുന്നതാണ് അടി, ആണുങ്ങൾ മാത്രം അടി ഉണ്ടാക്കുള്ളൂ എന്നല്ല പറയുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആണിനോ പെണ്ണിനോ പറഞ്ഞേക്കുന്നതാണ് അടിയും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ഒരു ന്യായമായ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ലാത്ത ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളുകൾക്ക്
കാറിനകത്തും പട്ടിക്കൂടിനകത്തും കയറി മാളം ഉണ്ടാക്കിയിരിക്കുന്ന മറ്റവന്മാർക്കൊന്നും മനസ്സിലാവാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അതായത് ഒരു അടി ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ അടിയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ കാണത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരു ഉപദ്രവം വന്നാൽ പോലും നമ്മൾ അതിനെ സ്ലോ മോഷനിൽ, എനിക്ക് ഒരു കുത്ത് കിട്ടിയിട്ട് പോലും എനിക്ക് അതിനെ സ്ലോ മോഷനിൽ കാണാം, എനിക്ക് കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ. പക്ഷേ ഇത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സീനാണ് ഞാൻ കണ്ടത്. എൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് വിട്ട് ആ ഒരു വൈരാഗ്യ അമ്മയുടെ മുഖത്ത് വന്നിട്ട് അമ്മ മാന്തുന്നത്. അത് ഞാൻ ഇപ്പം പറയുമ്പോഴും എൻ്റെ മുഖത്ത് എനിക്ക് ചിരി വരും. കാരണം അത്രയും വേദനയുള്ള പാഠം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ചെയ്തതൊക്കെ വേസ്റ്റ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ അമ്മയെടുക്കൽ ഒരുപാട് മണിക്കൂറുകളോളം അമ്മയെടുക്കാൻ മര്യാദയ്ക്ക് മാന്യമായിട്ട് അമ്മേനെ ആട്ടി ഒഴിവാക്കാൻ നോക്കിയിട്ട് പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ആ എഫേർട്സ് ഒക്കെ ഇതെല്ലാം വേസ്റ്റ് ആയിരുന്നല്ലോ, എൻ്റെ അമ്മയല്ലേ എന്നോട് ഇത്രയും വൈരാഗ്യം കാണിക്കുന്നതെന്നുള്ള ആ ഒരു ബോധം വരുമ്പോൾ, തിരിച്ചറിവ് വരുമ്പോൾ അത് ഏറ്റവും നല്ലൊരു പാഠമാണ്, ഏറ്റവും വേദനയുള്ളൊരു പാഠമാണ്. അത്രേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് അയ്യോ എൻ്റെ അമ്മ എൻ്റെ മാന്തി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോൾ അതിനകത്തൊരുമാതിരി ഇവൻ ഞാൻ പറഞ്ഞേക്കുന്നതൊക്കെ കള്ളമാണ്, ഞാൻ പറഞ്ഞേക്കുന്നതൊക്കെ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാനും ഉപദ്രവിക്കാനും ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ പറഞ്ഞ കളി പോലെ അവരെന്നെ ഇത്രയും കാലം ലൂട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ കഥകളൊന്നും ഉള്ളതുപോലും ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. അവരില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വ്യക്തമല്ലേടാ അത്. അതായത് അവർ പറയുന്നുണ്ടല്ലോ അവരുടെ സ്വർണ്ണം ഇതിനു മുമ്പ് ഞാൻ വലിക്കാൻ നോക്കിയായിരുന്നു എന്നൊക്കെ. അപ്പം ബേസിക്കായിട്ട് ഒരു 0 ഗോൾഡ് മാരേജ് കഴിച്ചു, ഈ പറയണ ഇവൻ ഒരു അറേഞ്ച്ഡ് മാരേജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡൗറി മേടിച്ചിട്ടില്ലേ, കിട്ടിയ ഗിഫ്റ്റ് എടുത്തിട്ടില്ലേ? ഞാൻ അതുപോലും വേണ്ടാന്ന് വെപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ അമ്മയച്ചനോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രിൻസിപ്പിൾസ് ലാസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം ആ ഒരു രീതിയിൽ നടത്താനായിട്ട് അവർ സപ്പോർട്ട് ചെയ്തത്. അപ്പം എനിക്ക് അവിടെ കണ്ണടച്ചാൽ മതിയായിരുന്നു, എനിക്ക് അവിടെ നൈസായിട്ട് നല്ല പിള്ള കളിക്കുകയും ചെയ്യാം. അവരുടെ നിർബന്ധത്തിൻ്റെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടായി കഴിഞ്ഞാൽ ഈസിയാണ്, കാര്യങ്ങൾ ഭയങ്കര ഈസിയാണ്, ലൈഫ് കുറേ കൂടി ഈസിയാണ് ആയനെ. പക്ഷെ നമ്മൾ അതുപോലെ അല്ലാതെ എൻ്റെ അധ്വാനത്തിൽ നിന്ന് എൻ്റെ കുടുംബം പോയാൽ മതി, ഇവൾ ഉൾപ്പെടുന്ന എൻ്റെ കുടുംബം അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു നിശ്ചയദാർഢ്യമോ എത്തിക്സോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിനെ അങ്ങനെ കൊണ്ടുപോകാൻ നോക്കിയത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടിയും വന്നിട്ടുണ്ട്, തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടുകാരുടെ സ്വർണം വലിക്കാൻ നോക്കി. അതിനകത്ത് തന്നെ ഇവർ ഏതൊക്കെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്കിലെ ലോക്കറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ലോക്കറൊക്കെ കത്തിപ്പോവുകയോ അല്ലെ തെഫ്റ്റ് നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെ ചെറിയൊരു എമൗണ്ടേ ഇത് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വെക്കുന്ന അത്രയും സ്വർണ്ണത്തിൻ്റെ ഗ്യാരണ്ടി ഒന്നും കിട്ടത്തൊന്നുമില്ല. കാരണം അത് അവർക്ക് അറിയത്തുമില്ല നമ്മൾ എത്ര സാധനം അതിനകത്ത് എന്തൊക്കെ വെക്കുന്നതാണെന്ന് പോലും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ റിസ്ക് ഉണ്ടെന്ന് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാധനം അങ്ങനെ സൂക്ഷിക്കാണ്ട് അതൊരു സ്ഥലമൊക്കെ ആക്കിയിട്ട് അനിയത്തിയുടെ പേരിലോ അമ്മയുടെ പേരിലോ ഒക്കെ ആക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം ആ സാധനത്തിന് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതായത് അവിടെ ഇരിക്കുന്ന ഗോൾഡിന് അതിൻ്റെതായ ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് വിറ്റ് അതിൻ്റെ പൈസ എനിക്ക് തരാൻ പറഞ്ഞത്. അങ്ങനെ പൈസ എനിക്ക് തരാൻ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ട് എനിക്ക് കാർ എടുക്കാമായിരുന്നു. ഇപ്പോഴും കുറേ തന്തയില്ലാത്തവന്മാർ പറയുന്നുണ്ട് എൻ്റെ കാറൊക്കെ എൻ്റെ വീട്ടുകാരുടെ സ്വർണ്ണമാണ്. എൻ്റെ അധ്വാനമാടാ. പിന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ഇൻട്രസ്റ്റ് എമൗണ്ട് കുറവാണല്ലോ എന്നുള്ളത് കൊണ്ട് അവരെന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടി എടുക്കാനായിട്ട് 2 ലക്ഷത്തി എത്രാണ്ട് രൂപയ്ക്ക് വേണ്ടി പണയം വെച്ചത്. എന്നിട്ട് ആ സാധനം ഞാൻ എടുത്തു കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ അവിടെ സ്വർണ്ണമാകുന്നത്? അതേടാ എൻ്റെ അധ്വാനമാടാ. ഞാൻ എൻ്റെ അധ്വാനത്തിൽ നിന്നുള്ള പൈസ വെച്ചിട്ടാണ് എൻ്റെ ഇനീഷ്യൽ 3 ലക്ഷത്തി ചില്ലാനും സെറ്റ് ചെയ്തതും ബാക്കി ഈ 2 ലക്ഷത്തി ചില്ലാനത്തിൻ്റെ ആ സ്വർണത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ അടച്ചു തീർത്തിട്ട് ആ സ്വർണ്ണം അവർക്ക് എടുത്ത് കൊടുത്തത്. പിന്നെ എൻ്റെ ഇവളുടെയും കൂടെ 2.5 നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അനുഭവത്തോട് കൂടി അവരുടെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വരെ കൊടുത്തിട്ടുണ്ട്. അവരുടെ അനുഭവത്തോട് കൂടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള അവർക്ക് കിട്ടിയെന്ന് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അനുഭവത്തോട് എൻ്റെ 2.5 ഫ്രീ ആക്കാനായിട്ട് അവർ അനുഭവത്തോട് കൂടി സ്വർണ്ണം വിട്ടിട്ട് 2.5 ഫ്രീ ആക്കി. ഞാൻ ഇട്ട 2.5 ഇപ്പോൾ ആ 2.5 ഞാൻ ഇട്ടേക്കുന്ന 2.5 അവരുടെ ലീസ് എമൗണ്ട് കഴിയുമ്പോൾ ആ കാലാവധി കഴിയുമ്പോൾ അവരുടെ കൈ തിരിച്ചു കിട്ടും. അപ്പോൾ എൻ്റെ പൈസയുടെ എൻ്റെ കയ്യിലേക്ക് എൻ്റെ പൈസക്കുള്ള സാധനങ്ങളെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കാറാണെങ്കിൽ പോലും. ആ സമയത്ത് അമ്മ പറയുകയും ചെയ്തു, നിനക്ക് സ്വർണം വേണമായിരുന്നെങ്കിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞാണല്ലോ തരാന്ന്, നിനക്ക് എന്താ അതിൽ അവളുടെ വാങ്ങിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ പല പ്രാവശ്യം അമ്മ എന്നെ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ടോക്കും കാര്യങ്ങളൊക്കെ കുട്ടിയിൽ തേങ്ങ ഇടണ മാതിരി ഇത്ര നേരം അവിടെ വന്നിരുന്നു ഇങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭാര്യ വന്നിട്ട് എന്തായി, അമ്മയ്ക്ക് ഇട്ടിട്ടുള്ള കൊട്ടായി. എന്താണെങ്കിലും മകൻ കൊട്ടുണ്ട്, മരുമോളായ ഞാനും ഉണ്ടായിരിക്കണ്ടാവും. എന്ത് വർത്താനേ പറയണത്? അപ്പൊ എന്റെ വീട്ടുകാർ പറയുമ്പോ
നമ്മൾ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഇങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് റോങ് ആവണത്? പിന്നെ ഉള്ള കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ മറ്റേതാക്കുന്നത് അതെങ്ങനെയാണ് ശരിയാവണത്? കൊട്ടി കുണച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവണത്? നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസാണ് പറയണത്. എന്ത് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് പറയാമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നത് എങ്ങനെ തെറ്റാവുന്നത്? കമോൺ മാൻ. ഒരു സൈഡിൽ നമ്മൾ പ്രശ്നേഷമായിട്ട് മുദ്ര കുത്തപ്പെട്ടത് കൊണ്ട് നമ്മൾ പറയണെല്ലാം പ്രശ്നം, അതിനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് കിട്ടുമല്ലോ. അരി വാങ്ങി കൊട്. ഇതൊക്കെ നല്ലോണം ദഹിക്കട്ടെ. ആ അമ്മയും പെങ്ങളും വല്ലതും പറഞ്ഞാടോ ഇവരെ കുറിച്ച്? ഇല്ലടാ, ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂസിനകത്ത് അവരുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ അശരീരി കേൾക്കുന്നത്. സ്വർണം മുട്ടിക്കാൻ നോക്കുമായിരുന്നു, ഇത്രയും കാലം അവൻ സ്വർണം വലിക്കാൻ നോക്കുമായിരുന്നു. ഇവിടെ പോടാന്ന് ഇതൊന്നും കേട്ടിട്ടില്ല. എന്നിട്ട് ഇവിടെ ഇരുന്ന് കൊണയടിക്കുന്നു. നീ വലിയ പ്രശ്നേഷല്ലേ, നീ മറ്റേ നാട്ടിൽ നന്മയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നീ വീട്ടിലെന്തോ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ പ്രശ്നമാണ് ബ്രോ, നാട്ടിൽ നന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നതേ സ്കാമായിട്ട് കൂട്ടിയാൽ മതി, വേറെ ഒന്നും കൂട്ടണ്ട. അത്രയല്ലേ ഇവിടുന്ന് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു സാഹചര്യം കണ്ടിട്ട് നിങ്ങൾക്ക് അതല്ലേ തോന്നുക, അങ്ങനെ എടുത്താൽ മതി. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ന്യായീകരിക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അങ്ങോട്ട് ട്രിഗറായി. കാരണം അവൻ എൻ്റെ ന്യായീകരണമാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ അവനൊരു മാതിരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമല്ലോ, ക്യാമറ എടുത്തിട്ട് വീഡിയോ ഓണാക്കട്ടെ. ഞാൻ പറഞ്ഞു വീഡിയോ ഓണാക്ക്, ഫോൺ ഉണ്ടാ പോക്കറ്റിൽ, ഇപ്പൊ എടുത്ത് ഓണാക്കെന്ന് പറഞ്ഞു. ഐ ചലഞ്ച് ടു ഡു സോ, കമോൺ പ്ലീസ് ബ്രോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുരുപൊട്ടിയപ്പോഴേ എന്ന് വെച്ചാൽ എന്നെ ഇവൻ ട്രിഗർ ചെയ്യുന്നു. അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഇത് പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പോയി. അറിയാണ്ട് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് ഞാൻ വെല്ലുവിളിക്കരുത്. പ്രശ്നേഷ് പരിഷ്കാരിയാ, പച്ച പരിഷ്കാരി. ഇംഗ്ലീഷ് പറഞ്ഞെന്ന് പറഞ്ഞ് അതെങ്ങനെയാടാ? ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് കൊണ്ട പോലെ നിനക്കും കൊണ്ടാ. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിഷ്കാരി ആയിക്കോട്ടെ, പരിഷ്കാരി അല്ലാത്തൊരുത്തനായിക്കോട്ടെ, അതൊക്കെ എങ്ങനെയാടാ നിനക്ക് കൊള്ളുന്നത്? മോനെ, അതാണ് നാട്ടുകാർ പറഞ്ഞല്ലേ ഇംഗ്ലീഷ് കുറെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളത്. ഇവന്റെ ഇടയ്ക്കുള്ള യാ കേട്ടപ്പോഴേ ഉറപ്പിച്ചതാണ് ഇവന് ദേഷ്യം വരുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഇവന്റെ വായ കൂടി പോകുള്ളായിരിക്കും എന്നുള്ളത്. അവിടെ ദേഷ്യം വരുമ്പോൾ ഇംഗ്ലീഷ് പോയിക്കോട്ടെ, മലയാളം പോയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഭാഷ പോയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ അശ്ലീലോ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവോ? അല്ല ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇവനിരുന്ന് എന്നെ മറ്റേ താറടിച്ച് കാണിച്ചാൽ, ഞാൻ പറയുന്ന എല്ലാം പ്രശ്നമാക്കി കാണിച്ചെങ്കിൽ മാത്രമേ ഇവൻ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഇവൻ ഈ കളി കളിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര മറ്റേ കളിയായി പോയി കേട്ടോ. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള തന്തയില്ലായ്മകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെയൊക്കെ കളിയുണ്ടല്ലോ മറ്റിടത്തൊരിതാണ്. അതും മനുഷ്യനൊരു വൃത്തിയായിട്ടൊരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന സമയത്താണ് നീയൊക്കെ മുതലാക്കിയിട്ടുള്ളതെന്നും ഞാൻ പറയുന്നതിനെ മുഴുവനും മറ്റേതാക്കി മാറ്റുന്നതെന്നും ഒക്കെ മനസ്സിലാവുമ്പോണ്ടല്ലോ കൊള്ളാം. എന്തായാലും നല്ലതാണ്. അതായത് കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എപ്പോഴേലൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർക്കണം, പ്ലീസ് എന്നെ ഓർക്കണം. ഞാൻ നിൻ്റെക്ക് വേണ്ടി ചിരിച്ചു കാണിക്കാനൊന്നും പോകില്ല. എനിക്കൊന്നും എൻ്റെ മറ്റേ ഏണിപ്പട്ടികയിൽ പോലും നീ ഒന്നും ഇല്ലടാ. മറ്റേ ആര്യ സ്റ്റാർക്ക് കൊണ്ട് നടക്കത്തില്ലേ റിവെഞ്ചിൻ്റെ പട്ടിക, അതിനകത്ത് പോലും നീ ഒന്നും ഇല്ല. കാരണം വൈക്കിങ്സിൽ പറയുന്ന പോലെ യു ഡോണ്ട് ഡിസേർവ് ദ ടൈം ഇറ്റ് ടേക്സ് ടു ക്ലീൻ ദ ബ്ലഡ് ഓഫ് മൈ ആക്സ്. അതായത് നമ്മുടെ ആയുധത്തിൽ നിന്ന് നിൻ്റെ ഒന്നും വൃത്തികെട്ട ചോരയൊന്നും തുടച്ചു കളയാനുള്ള ആ എടുക്കുന്ന സമയത്തിൻ്റെ പോലും അർഹത നിനക്കൊന്നും ഇല്ല എന്ന് പറയുന്നത് പോലെ. എന്ന് വെച്ചാൽ ഞാൻ സാധനം കൊണ്ടിറങ്ങുന്നല്ല കേട്ടോ പറയുന്നത്, എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് തരാൻ ആ സമയം പോലും ഇല്ല. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നീ കാണിച്ച തന്തയിലായ്മയ്ക്ക് ആൾക്കാർ എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഞാനും റിപ്ലൈയും തരുന്നു, ഒരു കണ്ടന്റും ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ സംഭവം. അല്ല നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞതേ ഓർത്തോണം, ഈ ചെയ്യുന്നതിനുള്ളതേ കിട്ടുള്ളൂ എന്നുള്ളത്. പെറ്റ വയറല്ലേടെ തിരിച്ച് കൊത്തുന്നുള്ളത് മനസ്സിലായി കാണും. പക്ഷെ അത് ഇമാതിരി കൊത്തല് നാട്ടുകാരെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടാവും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കാണില്ല. എടാ നീ പറയുന്നുണ്ടല്ലോ പെറ്റ വയറാണ് നാട്ടുകാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നു. എടാ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ ആരെ ഇട്ട് കൊടുത്തു? ആരാണ് നാട്ടുകാരുടെ മുന്നിലിട്ട് തല്ലു വിളിച്ചത്, നാട്ടുകാരെ കൊണ്ട് തല്ലു വിളിച്ചത്? അതാണ് പ്രശ്നം. ആ പ്രശ്നം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടത്. വീട്ടുകാരുടെ സൈഡിൽ നിന്ന് അച്ഛൻ തല്ലു വിളിക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ളതാണ്. അച്ഛൻ്റെ വിഷയത്തിനകത്ത് അമ്മ പറഞ്ഞപ്പോൾ ഇടപെട്ടതിന് അതിലൊന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ല. അപ്പം ഈ ഒരു സംഭവം അമ്മ അതിൽ സക്സീഡ് ചെയ്തു എന്ന് പറഞ്ഞു. അത് അതാണ് തുടക്കം. ആ തുടക്കം വന്ന് എങ്ങനെയാണ്? അമ്മ തല്ലു വിളിച്ചപ്പോഴല്ല തുടങ്ങിയത്. അപ്പോൾ അത് കുഴപ്പമില്ല. നാട്ടുകാരുടെ മുമ്പിൽ പെറ്റ വയർ ഇട്ട് കൊടുക്കുന്നതൊന്നും പ്രശ്നമല്ല. പെറ്റ് വീണ് പോയല്ലോ. ഏത് നമ്മൾ ചോദിച്ച് അമ്മയുടെയൊക്കെ അനുവാദം ചോദിച്ച് അച്ഛൻ്റെയൊക്കെ അനുവാദം ചോദിച്ച് ദൈവത്തിൻ്റെയൊക്കെ പുഷ്പാഞ്ജലി അർപ്പിച്ചിട്ട് ഇങ്ങോട്ട് പിറന്ന് വീണതാണല്ലോ. നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ട് പിറത്തി വീഴുക,
എന്ന് വെച്ചാൽ അതിന് നമ്മൾ ബുദ്ധിമുട്ടിക്കുമല്ലടാ, അതിന്റെ പേരിൽ നമ്മൾ അവരെ ആരെയും ടാർഗറ്റ് ചെയ്യുമല്ല. പക്ഷെ പെറ്റിട്ടു എന്ന് പറഞ്ഞിട്ട് അവര് തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ എന്നടാ ആ ഇടിയൊന്നും, അപ്പൊ അമ്മ മാന്തിയാലും അമ്മ ആളെ കൂട്ടിയിട്ട് അമ്മ ഇടി കൊള്ളിച്ചാലും അതൊന്നും കൊള്ളുന്ന എനിക്കല്ലേ. തള്ള ചവിട്ടിയാ പിള്ളക്ക് കേടില്ല. അപ്പൊ തള്ള ചവിട്ടിച്ചാലും പിള്ളക്ക് കേടില്ലേ? എടാ നല്ലോണം വേദന എടുക്കൂടെ ഒരു തല്ല് കിട്ടി കഴിഞ്ഞാൽ. അത് നാളെ നിനക്ക് കിട്ടുവാണേലും മനസ്സിലാവും, കിട്ടുവാണേലും മനസ്സിലാവും. അല്ലാത്ത കഥയൊക്കെ ഈ നമുക്ക് അനുഭവം ഇല്ലാത്ത, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കണ്ടവന്റെ എക്സ്പീരിയൻസുകളൊക്കെ കെട്ടുകഥകൾ മാത്രമാടാ. അതുകൊണ്ടാണ് നീയൊക്കെ ഇരുന്ന് ഇങ്ങനെ താളം പറയുന്നത്. എന്നാലും കേസും കൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഫോർച്യൂണർ അല്ലെങ്കിൽ മറ്റേ റീച്ചിന് വേണ്ടി എന്ന് പറയുന്നവരോടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇതല്ല. ഇത് റീച്ചോ ഫോർച്യൂണറോ ഒന്നുമല്ല. ഇവന് ചിലപ്പോൾ മനസ്സിലാത്ത റീച്ച് കാണും, ആ വീട്ടുകാർക്ക് അതില്ല. ഇതൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജെന്യുവൻ ഇഷ്യൂ ആണ്. ഇവനും റീച്ചാണ്. നല്ല നല്ല വർത്താനുണ്ട്. അതായത് എനിക്ക് റീച്ച് ആയിരിക്കും, അതായത് എനിക്ക് ഫോർച്യൂണർ ആയിരിക്കും, വീട്ടുകാർക്ക് ഫോർച്യൂണർ അല്ല. അരിയണ്ണനും ഫോർച്യൂണറാണ്. ഹരിയാണ ഫോർച്യൂണർ ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ 4-5 വീഡിയോ കമോൺ. അതും ഈ 4-5 വീഡിയോ ചെയ്യുമ്പോഴെങ്കിലും അത്യാവശ്യം ഒന്ന് റിസർച്ച് ചെയ്യണ്ടേ ഈ ഇഷ്യൂസിനെ കുറിച്ചിട്ട്. അതായത് ആ സൈഡും ഈ സൈഡും ഒക്കെ ഒന്ന് നല്ലോണം നോക്കി ഇതിനകത്തുള്ള കളികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൊണയടിക്കുമ്പോൾ അതിനകത്തൊരു അന്തസ്സുണ്ട്. ഇത് മറ്റേത് ഏത് ഫോർച്യൂണർ കളി.